Introduction to Master Choa Pranic Healing. So ഈ ഇൻട്രൊഡക്ടറി സെഷൻ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത് സ്കൂൾ ഓഫ് ഹീലിംഗ് ആൻഡ് മെഡിറ്റേഷൻ എന്ന് പറയുന്ന കോഴിക്കോട് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രാണിക് ഹീലിംഗ് സെന്ററാണ്. കേരളത്തിലെ 2 പ്രാണിക് ഹീലിംഗ് ഓതറൈസ്ഡ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് യോഗവിദ്യ പ്രാണിക് ഹീലിംഗ് ഫൗണ്ടേഷൻ കൊച്ചിൻ കേരളയും യോഗവിദ്യ പ്രാണിക് ഹീലിംഗ് ഫൗണ്ടേഷൻ കാലിക്കറ്റ് കേരളയാണ്. വേൾഡ് പ്രാണിക് ഹീലിംഗ് ഫൗണ്ടേഷനുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത് കേരളത്തിലെ പ്രാണിക് ഹീലിംഗ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സോ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു പ്രാണിക് ഹീലിംഗ്. പ്രാണിക് ഹീലിംഗ് ഒരു ഏൻഷ്യൻ സയൻസ് ആണ്. ആ പ്രാണിക് ഹീലിംഗ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഒരു പൗരാണിക രീതിയിലല്ല, മറിച്ച് അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള അതിന്റെ മോഡേൺ ഫോമിലാണ്. ആ മോഡേൺ ഫോമാണ് മാസ്റ്റർ ചോവാക്കോക്സീസ് പ്രാണിക് ഹീലിംഗ് ഓർ MCKS പ്രാണിക് ഹീലിംഗ്. MCKS പ്രാണിക് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ചോവാക്കോക്സീസ് പ്രാണിക് ഹീലിംഗ്. മാസ്റ്റർ ചോവാക്കോക്സിയാണ് പ്രാണിക് ഹീലിംഗിന്റെ അല്ലെങ്കിൽ ആധുനിക പ്രാണിക് ഹീലിംഗിന്റെ സ്ഥാപകൻ. ലോകമെമ്പാടും പ്രാണിക് ഹീലിംഗ് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മാസ്റ്റർ ചോവ സ്ഥാപിച്ചിട്ടുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്നർ സ്റ്റഡീസ്, അതേപോലെ വേൾഡ് പ്രാണിക് ഹീലിംഗ് ഫൗണ്ടേഷൻ. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്നർ സ്റ്റഡീസിന്റെയും വേൾഡ് പ്രാണിക് ഹീലിംഗ് ഫൗണ്ടേഷന്റെയും കീഴിലാണ് ലോകമെമ്പാടും പ്രാണിക് ഹീലിംഗ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സോ നിങ്ങളെ ഒരിക്കൽ കൂടെ മാസ്റ്റർ ചോവാക്കോക്സിയുടെ പ്രാണിക് ഹീലിംഗ് ഇൻട്രൊഡക്ടറി സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ബിജു. ഞാൻ കോഴിക്കോടാണ് സ്വദേശം. പ്രാണിക് ഹീലിംഗ് ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് ചില നിർദ്ദേശങ്ങൾ പറയാം. നിങ്ങൾ ഇവിടെ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ബ്ലൈൻഡായിട്ട് ആക്സെപ്റ്റ് ചെയ്യരുത്. ഇവിടെ പറഞ്ഞു എന്നുള്ളൊരു കാരണം കൊണ്ട് അത് ശരിയായിരിക്കുന്നു ധരിക്കരുത്. യൂസ് ഓഫ് ഇന്റലിജന്റ് ഇവാലുവേഷൻ. നിങ്ങൾ കേട്ട കാര്യത്തെ നിങ്ങൾ ഇന്റലിജന്റ് ഇവാലുവേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പരിശീലനങ്ങളുണ്ട്, നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അത് എങ്ങനെ അനുഭവപ്പെടുന്നോ അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടേതായ നിഗമനത്തിൽ എത്തിച്ചേരാം. ഒരു കാര്യം അന്ധമായിട്ട് നമ്മൾ സ്വീകരിക്കുന്നില്ല എന്ന് ഉറപ്പിക്കും. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് തോന്നുകയാണ് ഇത് അവിശ്വസനീയമാണ്, അതല്ലെങ്കിൽ ഇത് ശരിയല്ല എന്ന് പെട്ടെന്ന് നമ്മളൊരു കൺക്ലൂഷനിൽ എത്താതെ അതും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നോ അതനുസരിച്ച് നമ്മളുടേതായ നിഗമനത്തിൽ എത്തിച്ചേരാം. യൂസ് ഓഫ് ഇന്റലിജന്റ് ഇവാലുവേഷൻ. മറ്റൊന്ന്, നിങ്ങൾ ഈ സെഷനിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ കൈകൾ തുറന്നിരിക്കാം, കൈകൾ മലർത്തി വെച്ചിരിക്കുക, തുറന്നിരിക്കാം. കൈ ക്രോസ് ചെയ്യാതിരിക്കാം, കൈ തുറന്നിരിക്കാം. കാലുകളും അതേപോലെ അൺക്രോസ് ചെയ്തിരിക്കുക. ഇത് നിങ്ങളുടെ കൂടുതൽ സ്വീകാര്യക്ഷമത ഉള്ളവരാക്കി മാറ്റും. ഈ പ്രോഗ്രാമിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. മെയിൻറ്റെയിൻ ആൻ ഓപ്പൺ ബട്ട് ഡിസ്ക്രിമിനേറ്റിംഗ് മൈൻഡ്. നിങ്ങളൊരു തുറന്ന മനസ്സോട് കൂടി ഇരിക്കുക. തുറന്ന മനസ്സ് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, എന്തും കേട്ടതും മുഴുവനും നമ്മൾ സ്വീകരിക്കുന്നതല്ല, മറിച്ച് നമുക്ക് ബോധ്യപ്പെട്ടതിനെ സ്വീകരിക്കുന്ന ഒരു വിവേചന ബുദ്ധിയോടുകൂടി ഓപ്പൺ ബട്ട് ഡിസ്ക്രിമിനേറ്റിംഗ് മൈൻഡ്. ഇതാണ് ആരംഭത്തിലൊരു നിർദ്ദേശം നിങ്ങളോട് പറയുന്നത്. ഇനി പ്രാണിക് ഹീലിംഗിന്റെ ഇന്റൻഷൻ ഒരിക്കലും നിലവിലുള്ള ചികിത്സകൾക്ക് ഒരു പുതിയ ചികിത്സാ രീതി സ്ഥാപിക്കുക എന്നുള്ളതല്ല. പകരം മറിച്ച് ഏത് ചികിത്സകളുടെ കൂടെയും ചെയ്യാവുന്ന ഒരു കോംപ്ലിമെന്ററി തെറാപ്പിയാണ് പ്രാണിക് ഹീലിംഗ്. അതായത് ആയുർവേദത്തിനോ അലോപ്പതിക്കോ ഹോമിയോപ്പതി അതുപോലെയുള്ള ചികിത്സാ രീതികൾക്ക് ഒരു പകരം ചികിത്സാ രീതിയല്ല, മറിച്ച് ഏത് ചികിത്സകളുടെ കൂടെയും ചെയ്യുന്ന ഒരു കോംപ്ലിമെന്ററി തെറാപ്പിയാണ് പ്രാണിക് ഹീലിംഗ്. ഇത് നിങ്ങൾ പ്രാണിക് ഹീലിംഗ് പഠിക്കുകയും പ്രാണിക് ഹീലിംഗ് പഠിച്ച് നിങ്ങൾ വേറൊരു രോഗിയെ ഹീൽ ചെയ്യുന്ന സമയത്ത് ആ രോഗിയുടെ രോഗം ഗുരുതരമാണെങ്കിൽ, അതേപോലെ രോഗലക്ഷണങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഉടനെ ആ രോഗിയോട് ഒരു മെഡിക്കൽ ഡോക്ടറെ സമീപിക്കാനും പരിചയസമ്പന്നനായ ഒരു പ്രാണിക് ഹീലറെ സമീപിക്കാനും ആവശ്യപ്പെടും. ഒരു മെഡിക്കൽ ഡോക്ടറെയും പരിചയസമ്പന്നനായ ഒരു പ്രാണിക് ഹീലറെ സമീപിക്കാൻ ആവശ്യപ്പെടുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആരംഭത്തിൽ നിർദ്ദേശങ്ങളായിട്ട് പറയുന്നത്. പ്രാണിക് ഹീലിംഗിന്റെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ പ്രാണിക് ഹീലിംഗിന്റെ 2 അടിസ്ഥാന നിയമങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 2 മേജർ പ്രിൻസിപ്പിൾസ് ഇൻ പ്രാണിക് ഹീലിംഗ്. ഒന്നാമത്തെ നിയമമാണ് പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് റിക്കവറി. പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് റിക്കവറി പറയുന്നു നമ്മുടെ ശരീരത്തിന്, ഭൗതിക ശരീരത്തിന് സ്വയം സുഖപ്പെടാനുള്ള കഴിവുണ്ടെന്ന്. ഇത് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. ചെറിയ മുറിവ്, ചെറിയ മുറിവോ പൊള്ളലൊക്കെ വരുന്ന സമയത്ത് നമ്മളൊന്നും ചെയ്യാതെ തന്നെ ശരീരം സുഖപ്പെടുക, പ്രത്യേകിച്ച് മരുന്ന് ഉപയോഗിക്കാതെ ചികിത്സിക്കാതെ തന്നെ ശരീരം സുഖപ്പെടുക. ഇതിനെയാണ് ശരീരത്തിന്റെ സ്വയം സുഖപ്പെടാനുള്ള കഴിവ് എന്ന് പറയുന്നത്.
പ്രാണിക് ഹീലിംഗിന്റെ ഒന്നാമത്തെ നിയമം ഇതാണ്, പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് റിക്കവറി അല്ലെങ്കിൽ സ്വയം സുഖപ്പെടൽ നിയമം. രണ്ടാമത്തെ നിയമം പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ലൈഫ് എനർജിയാണ്. പ്രിൻസിപ്പിൾ ഓഫ് ലൈഫ് എനർജി. പ്രിൻസിപ്പിൾ ഓഫ് ലൈഫ് എനർജി പറയാണ് നമ്മുടെ ശരീരത്തിൽ ജീവൻ നിലനിൽക്കാൻ ജീവശക്തി അല്ലെങ്കിൽ ലൈഫ് എനർജി ആവശ്യമാണ്. ഈ ലൈഫ് എനർജിയുടെ അളവ് വർദ്ധിപ്പിക്കുന്നത് വഴി ശരീരത്തിന്റെ സുഖപ്പെടാനുള്ള കഴിവിനെ വർദ്ധിപ്പിക്കാനാകും. രണ്ട് അടിസ്ഥാന നിയമങ്ങളാണ് പ്രാണിക് ഹീലിംഗ്. നോക്കാം നമുക്ക് ഇതെന്താണ്, ഈ രണ്ട് നിയമങ്ങളും എന്താണ് പറയുന്നത്. ഒന്നാമത്തെ നിയമം നമ്മൾ പറഞ്ഞു, ബോഡിക്ക് സ്വയം സുഖപ്പെടാനുള്ള കഴിവുണ്ടെന്നത്. അത് നമ്മൾ ഓൾറെഡി പല സമയത്തായിട്ട് നമ്മൾ ബോധ്യപ്പെട്ട കാര്യമാണ്. ഒന്നും ചെയ്യാതെ തന്നെ ചെറിയ മുറിവൊക്കെ ആണെങ്കിൽ നമ്മളൊന്നും ശ്രദ്ധിക്കുക പോലും ഇല്ല, അത് താനെ സുഖപ്പെടുന്നതാണ്. ചെറിയ കോൾഡ്, ചെറിയ തുമ്മൽ, ചെറിയ ഫീവർ ഒക്കെ അതേപോലെ ബോഡി സ്വയം സുഖപ്പെടും. ഇതെല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. രണ്ടാമത്, ബോഡി ഹാസ് ലൈഫ് എനർജി. ശരീരത്തിൽ ജീവശക്തി ഉണ്ട്. ജീവശക്തി അല്ലെങ്കിൽ ലൈഫ് എനർജി ഉണ്ട്. ഈ ജീവശക്തി എന്നുള്ള പദം നമ്മൾ അധികം ഉപയോഗിക്കുന്ന പദമല്ല. ഇപ്പൊ ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറയുന്ന ഉദാഹരണം ഇതാണ്. പലപ്പോഴും ആൾക്കാർ ഇതിനെ ജീവൻ എന്നുള്ള പേരിൽ ഉപയോഗിക്കും. ചില ആളുകളെ കൊണ്ട് പറയും ഇയാളൊരു ജീവനില്ലാത്തവനാണ്. ജീവനില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ മരിച്ചു കിടക്കുന്നയാളെ കൊണ്ടല്ല പറയും. മരിച്ച് ജീവനുള്ള ആൾ തന്നെയാണ്, പക്ഷെ ഒരു ഉന്മേഷമില്ലാത്ത, ഒരു പ്രസരിപ്പില്ലാത്ത, ഒരു ഊർജ്ജസ്വലത ഇല്ലാത്ത ഒരാളെ കൊണ്ട് പറയുന്നതാണ്. അപ്പൊ ശരിക്കും അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ജീവൻ എന്നുള്ള വാക്കിന് ശരിയായ പദം പറയുന്നത് ജീവശക്തിയാണ്. ജീവശക്തി. കാരണം എന്താണ്? ആ ജീവശക്തിയാണ് നമ്മളെ ശരീരത്തെ ആരോഗ്യത്തോടെ ഊർജ്ജസ്വലതയോടെ ഉന്മേഷത്തോടെ നിലനിർത്തുന്ന ശക്തി. അപ്പൊ എന്താ ജീവശക്തി? നമ്മളെ ശരീരത്തെ ആരോഗ്യത്തോടെ ഊർജ്ജസ്വലതയോടെ ഉന്മേഷത്തോടെ നിലനിർത്തുന്ന ശക്തി വിശേഷമാണ് ജീവശക്തി. ഇനി ഇവിടെ പറയാണ്, ശരീരത്തിലുള്ള ആ ജീവശക്തി വർദ്ധിക്കുമ്പോൾ ശരീരത്തിന്റെ സുഖപ്പെടാനുള്ള കഴിവ് വർദ്ധിക്കും. ഈ ജീവശക്തിക്ക് നമ്മൾ ഇന്ത്യയിൽ പറയുന്ന പേര് പ്രാണ എന്നാണ്. പ്രാണ അല്ലെങ്കിൽ പ്രാണൻ. ചൈനക്കാർ പറയുന്ന പേര് ചി എന്നാണ്. ചി. ജാപ്പനീസ് ഭാഷയിൽ കി എന്ന് പറയും. കി, മന, ന്യൂമ, ഇതൊക്കെ വ്യത്യസ്ത രാജ്യങ്ങളിൽ അല്ലെങ്കിൽ വ്യത്യസ്ത ഭാഷയിൽ പ്രാണ അല്ലെങ്കിൽ ജീവശക്തിയെ കുറിച്ച് പറയുന്നതാണ്. അറബിയിൽ റൂഹ് എന്നാണ് പറയുന്നത്. റൂഹ്, പ്രാണൻ. സോ നമ്മുടെ ശരീരത്തിലുള്ള ഈ പ്രാണശക്തി വർദ്ധിപ്പിക്കുക, ശരീരത്തിന്റെ സുഖപ്പെടാനുള്ള കഴിവ് കൂട്ടുക. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എങ്ങനെയായിരിക്കാം ഈ ശരീരത്തിലെ ജീവശക്തി വർദ്ധിക്കുമ്പോൾ സുഖപ്പെടാനുള്ള കഴിവ് വർദ്ധിക്കുന്നത്? ഇവിടെ പറയുന്നത് എങ്ങനെയാണ്, നമ്മുടെ ശരീരത്തിലുള്ള അല്ലെ ശരീരത്തിൽ നടക്കുന്ന ഒരു ഹീലിംഗ് പ്രോസസ്സ്, സുഖപ്പെടുന്ന ഒരു പ്രോസസ്സ്, അതൊരു കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിൽ ഈ പ്രാണ വർദ്ധിക്കുമ്പോൾ ആ റിയാക്ഷൻ ആക്സിലറേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ആ ഹീലിംഗ് പ്രോസസ്സിനെ കാറ്റലൈസ് ചെയ്യാണ്, അതിനെ ആക്സിലറേറ്റ് ചെയ്യാണ് പ്രാണ ചെയ്യുന്നത്. ഓക്കെ. ഇനി എങ്ങനെയാണ് ശരീരത്തിലെ ജീവശക്തി വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. സോ എങ്ങനെ ശരീരത്തിലെ ജീവശക്തി വർദ്ധിപ്പിക്കാമെന്ന് ചോദിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കഥ പറയുന്നുണ്ട്. ബൈബിളിൽ ഒരു കഥയാണ്. വർഷങ്ങളായിട്ട് രക്തസ്രാവം മൂലം ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീ യേശുദേവനാൽ സുഖപ്പെട്ട കഥ. ധാരാളം ആളുകൾ കൂടി നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് യേശുദേവനോട് സംസാരിക്കാനോ രോഗവിവരം പറയാനോ സാധിച്ചില്ല. തിരക്കിൽ എങ്ങനെയോ അവര് യേശുദേവന്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിക്കും. ആ സമയത്ത് യേശുദേവൻ പറയും, എന്നെ ആരോ സ്പർശിച്ചിട്ടുണ്ട്, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആൾക്കൂട്ടത്തിൽ ആ സ്ത്രീ പറയും, അങ്ങേ സ്പർശിച്ചത് ഞാനാണ്, ഞാൻ സുഖം പ്രാപിച്ചു. ഈ കഥ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ചും ക്രിസ്ത്യൻ ട്രഡീഷനിലെ ആൾക്കാർക്ക് അവര് ഈ കഥ പലതവണ കേട്ടത് അല്ലെങ്കിൽ വളരെ വളരെ പരിചയമുള്ള കഥയാണ്. ഈ കഥ പുരോഹിതന്മാരെല്ലാം പറയുന്നത് ഈ എനർജി ട്രാൻസ്ഫർ ചെയ്തതിനെ കുറിച്ച് പറയാനല്ല, മറിച്ച് വിശ്വാസത്തെ പ്രകീർത്തിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നമ്മളിവിടെ ഈ കഥ പറയാൻ കാരണം ക്രൈസ്റ്റ് പറഞ്ഞൊരു വാക്കാണ്, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു. അപ്പോ ആ സമയത്ത് ആ രോഗി പറയാണ്, നീ സ്പർശിച്ചത് ഞാനാണ്, ഞാൻ സുഖം പ്രാപിച്ചത്. ഈ ഒരു കാര്യമാണ് ട്രാൻസ്ഫറൻസ് ഓഫ് എനർജി. ക്രൈസ്റ്റ് പറഞ്ഞ എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ക്രൈസ്റ്റിൽ നിന്ന് എനർജി ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഒരു കാര്യമാണ് നമ്മൾ ഈ കഥയിലൂടെ എടുത്തത്. സോ എങ്ങനെയാണ് അപ്പൊ രോഗിയുടെ ഊർജ്ജ നിലവാരം വർദ്ധിപ്പിക്കുന്നത് ചോദിച്ചാൽ, രോഗിയിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ് അവരുടെ ശരീരത്തിലെ ഊർജത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നത്. ഓക്കെ. സോ 3-4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, ശരീരത്തിന് സ്വയം സുഖപ്പെടാനുള്ള കഴിവുണ്ട്.
ശരീരത്തിലെ ജീവശക്തി അല്ലെങ്കിൽ പ്രാണശക്തി ഇട്ട് ശരീരത്തിൽ ഈ പ്രാണശക്തി വർദ്ധിക്കുമ്പോൾ ശരീരത്തിന് സുഖപ്പെടാനുള്ള കഴിവ് വർദ്ധിക്കും. എങ്ങനെയാ പ്രാണശക്തി വർദ്ധിപ്പിക്കുന്നത്? രോഗിയിലേക്ക് പ്രാണ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ് വർദ്ധിക്കുന്നത്. ഇനി ട്രാൻസ്ഫറൻസ് ഓഫ് എനർജി പറഞ്ഞാൽ പ്രാണിക് ഹീലിംഗിലോ അല്ലെങ്കിൽ ഈ കഥയിലോ മാത്രം നടന്ന ഒരു കാര്യമോ അല്ലെങ്കിൽ നടക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് നമ്മുടെ നിത്യജീവിതത്തിൽ സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചില സമയത്ത് വിഷമിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് ക്ഷീണോ അല്ലെങ്കിൽ ഒരു വിഷമോ ഒക്കെ ആയിട്ടിരിക്കുന്ന സമയം ആൾക്കാർ പറയും ഇന്നൊരു മൂഡ് ഓഫ് ആണ് അല്ലെങ്കിൽ ഇന്ന് ഡെസ്പാണെന്നൊക്കെ പറയും. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചിലപ്പോൾ ചില ആളുകളോട് സംസാരിക്കുക, ചില സ്ഥലങ്ങളിൽ സന്ദർശിക്കുക, അതല്ലെങ്കിൽ ചില ആളുകളുടെ സമീപത്തിരിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് വഴി ഒരു പക്ഷെ പെട്ടെന്ന് നമ്മൾ റിക്കവർ ആവും, നമുക്ക് നല്ല ഉന്മേഷവും പ്രസരിപ്പും സന്തോഷമൊക്കെ തിരിച്ചു വരാം. അതേപോലെ ചിലപ്പോൾ നമ്മൾ നല്ല സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഉന്മേഷത്തോടെ ഇരിക്കുമ്പോഴും ചില ആളുകളുടെ സാന്നിധ്യം കൊണ്ടോ അല്ലെങ്കിൽ ചില ആളുകളെ സന്ദർശിച്ചത് വഴിയോ സംസാരിച്ചത് വഴിയോ ചില സ്ഥലങ്ങളിൽ സന്ദർശിച്ചത് വഴിയോ നമ്മളൊരു പക്ഷെ ഒന്ന് ഡൗൺ ആവും, നമ്മുടെ എനർജി ഡൗൺ ആവുകയും ചെയ്യാം. ഇത് നമ്മൾ പലപ്പോഴും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത് പറയുന്നത് ചില ആളുകൾ നല്ല ആൾക്കാരാണ് അല്ലെങ്കിൽ ചില ആൾക്കാർ മോശം ആൾക്കാരാണ്, അവർ നമ്മുടെ എനർജി കുറയ്ക്കുന്നവരാണ് കൂട്ടുന്നവരാണ്, ഇതൊന്നും പറയാനല്ല. മറിച്ച് ഈ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ചില സമയങ്ങളിൽ നല്ലതോ ചീത്തയോ ആയിട്ടുള്ള എനർജി നമ്മളിൽ നിന്ന് മറ്റൊരാളിലേക്കോ മറ്റൊരാളിൽ നിന്ന് നമ്മളിലേക്കോ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത് കൊണ്ടാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായത്. അപ്പോ അത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ട്രാൻസ്ഫറൻസ് ഓഫ് എനർജി പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ട്രാൻസ്ഫറൻസ് ഓഫ് എനർജി പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രാണിക് ഹീലിംഗിലും ഈ ട്രാൻസ്ഫറൻസ് ഓഫ് എനർജിയാണ് പ്രയോജനപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ പ്രാണിക് ഹീലിംഗ് എന്ന് പറയുന്നത് ട്രാൻസ്ഫറൻസ് ഓഫ് എനർജിയാണ്. രോഗിയിലേക്ക് പ്രാണശക്തി അല്ലെങ്കിൽ ജീവശക്തി അല്ലെങ്കിൽ ലൈഫ് എനർജി ട്രാൻസ്ഫർ ചെയ്യുകയാണ് പ്രാണിക് ഹീലിംഗിലൂടെയും ചെയ്യുന്നത്. സോ എന്താണ് പ്രാണിക് ഹീലിംഗ് ചോദിച്ചാൽ നമുക്ക് പറയാം, പ്രാണിക് ഹീലിംഗ് ഈസ് ട്രാൻസ്ഫറൻസ് ഓഫ് എനർജി. എനർജിയുടെ ട്രാൻസ്ഫറൻസ് ആണ് പ്രാണിക് ഹീലിംഗ്. എന്തിനു വേണ്ടിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ആ പ്രാണ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, ലൈഫ് എനർജി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ രോഗിയുടെ പ്രാണിക് എനർജി ലെവൽ അല്ലെങ്കിൽ ലൈഫ് എനർജി ലെവൽ വർദ്ധിക്കും. എന്താ ലൈഫ് എനർജിയുടെ അളവ് വർദ്ധിച്ചാലുള്ള ഗുണം? ആ ശരീരത്തിലുള്ള ലൈഫ് എനർജിയുടെ അളവ് വർദ്ധിച്ചാൽ ശരീരത്തിന്റെ സ്വയം സുഖപ്പെടാനുള്ള കഴിവ് വർദ്ധിക്കും. അപ്പൊ നേരത്തെ എത്രയാ സ്വയം സുഖപ്പെടാനുള്ള കഴിവുണ്ടായിരുന്നു? വളരെ കുറവായിരുന്നു, വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയ മുറിവോ ചെറിയ പൊള്ളലോ ചെറിയ ജലദോഷമൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ രോഗങ്ങളെ സുഖപ്പെടുത്താനുള്ള കഴിവ്, വളരെ ചെറിയ കഴിവ് മാത്രമേ ശരീരത്തിന് ഉണ്ടായിരുന്നുള്ളൂ. ഇനി പ്രാണ വർദ്ധിക്കുമ്പോഴോ, എനർജി ട്രാൻസ്ഫർ ചെയ്താലോ, അല്ലെങ്കിൽ ലൈഫ് എനർജി രോഗിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവരുടെ പ്രാണ വർദ്ധിക്കുമ്പോൾ ഈ സുഖപ്പെടാനുള്ള കഴിവും കൂടെ വർദ്ധിക്കും. അപ്പൊ ആ സുഖപ്പെടാനുള്ള കഴിവ് വർദ്ധിച്ചാൽ എന്താ ഗുണം? കുറച്ചുകൂടെ ഗുരുതരമായ രോഗങ്ങളെ സ്വയം സുഖപ്പെടുത്താൻ നമ്മുടെ ശരീരത്തിന് തന്നെ സാധിക്കും. ഇതാണ് പ്രാണിക് ഹീലിംഗിലൂടെ ചെയ്യുന്നത്. ഇനി നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ബ്ലൈൻഡായിട്ട് ആക്സെപ്റ്റ് ചെയ്യരുത്. ഞാനിത് പറഞ്ഞു എന്നുള്ള കാരണം കൊണ്ട് ഇത് വിശ്വസിക്കരുത് എന്നുള്ളതൊക്കെ. എന്തൊക്കെയാണ് ഊർജത്തിന്റെ സ്രോതസ് എന്ന് ചോദിച്ചാൽ, സൂര്യപ്രകാശത്തിൽ നമുക്ക് പ്രാണൻ ലഭിക്കുന്നുണ്ട്. സോ സൂര്യൻ ഒരു സ്രോതസ്സാണ്. അതേപോലെ തന്നെ എയർ, വായു ഒരു സോഴ്സ് ഓഫ് പ്രാണയാണ്. ഭൂമിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്, സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്, ജലത്തിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? പ്രാണ ലഭിക്കുന്നുണ്ട്. എങ്ങനെ നമുക്ക് ബോധ്യപ്പെടാം നമ്മളെ ശരീരത്തിൽ പ്രാണശക്തി ഉണ്ട്? ഹൗ ടു ഫീൽ പ്രാണിക് എനർജി? നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒന്നും ബ്ലൈൻഡായിട്ട് ആക്സെപ്റ്റ് ചെയ്യേണ്ട. നമ്മുടെ ശരീരത്തിൽ പ്രാണൻ ഉണ്ടെന്ന് പറഞ്ഞ് എങ്ങനെ നമുക്കത് ഫീൽ ചെയ്യാം? ഹൗ ടു ഫീൽ പ്രാണിക് എനർജി? എങ്ങനെ നമുക്ക് പ്രാണിക് എനർജി ഫീൽ ചെയ്യാം? നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും വീഡിയോ ഓഫാണ്. ഒരാളെ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നത്. വീഡിയോ ഓൺ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നിരുന്നാലും നിങ്ങൾ ഈ പ്രാക്ടീസ് ഫോളോ ചെയ്യുന്നു എന്ന് ഉറപ്പിക്കും. അപ്പൊ എന്താന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ഓൺ ചെയ്യാത്തത് കൊണ്ട് ഞാൻ കാണില്ല നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് ഉറപ്പിക്കുക. വളരെ സിമ്പിളാണ്. നിങ്ങളുടെ രണ്ട് കൈയുടെയും മധ്യത്തിൽ ഒന്ന് ഇങ്ങനെ സ്പർശിക്കും, ജസ്റ്റ് ഒന്ന് സ്പർശിക്കുക. നിങ്ങളുടെ ഷോൾഡറൊക്കെ ഒന്ന് നല്ല ഫ്രീ ആയിട്ട് വെക്കുക. കൈകൾ ഒരു 3 ഇഞ്ച് അകലത്തിൽ ഇങ്ങനെ പിടിക്കും, ഒരു 3 ഇഞ്ച് അകലത്തിൽ. ഇത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ രണ്ട് കൈകളുടെയും മധ്യത്തിൽ നമ്മൾ സ്പർശിച്ച ഭാഗമുണ്ട്. ആ സ്പർശിച്ച ഭാഗത്ത്
കൈയുടെ മധ്യഭാഗത്ത് തൊട്ട സ്ഥലത്ത് നമുക്ക് എന്താണ് അനുഭവപ്പെടുന്നത് എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കാം. ജസ്റ്റ് രണ്ട് കൈയുടെയും നടുക്ക് നമ്മൾ തൊട്ട സ്ഥലത്ത് എന്ത് അനുഭവപ്പെടുന്നു എന്ന് ശ്രദ്ധിക്കാം. ഏറ്റവും നല്ലത് നിങ്ങളൊന്ന് ചിരിച്ചോണ്ട് ശ്രദ്ധിക്കുന്നതാണ്, പുഞ്ചിരിയോടെ ശ്രദ്ധിക്കാം. എന്താണ് ഇടത് കൈയുടെ മധ്യത്തിലും വലത് കൈയുടെ മധ്യത്തിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സാവധാനം ബ്രീത്തിങ് ചെയ്തുകൊണ്ടിരിക്കുക. സാവധാനം ബ്രീത്തിങ് ചെയ്യാം. ഇടത് കൈയുടെ നടുക്കും വലത് കൈയുടെ മധ്യത്തിലും നമ്മൾ ആ തൊട്ട സ്ഥലത്ത് ശ്രദ്ധിച്ചിരിക്കുക. അല്പസമയം രണ്ട് കൈകളും ഒരു 3 ഇഞ്ച് അകലത്തിൽ പിടിച്ച് അവിടെ തന്നെ ശ്രദ്ധിച്ചിരിക്കാം. ഇത് നിങ്ങൾ സാവധാനം കൈകൾ മെല്ലെ അകറ്റുകയും വീണ്ടും കൈകൾ ഇങ്ങനെ ചേർത്ത് വെക്കുക, അല്ലെങ്കിൽ കൈകൾ വീണ്ടും അടുപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ കൈകൾ അകറ്റുമ്പോഴും കൈകൾ ഇങ്ങനെ അടുത്ത് വരുമ്പോഴും എന്താണ് നമുക്ക് കൈകളുടെ ഫീൽ ചെയ്യുന്നതും കൂടെ എല്ലാവരും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കൈകളുടെ മധ്യഭാഗത്ത് ശ്രദ്ധിച്ചാൽ മതി. എന്താണ് നമുക്ക് കൈകളുടെ മധ്യഭാഗത്ത് ശ്രദ്ധിക്കുമ്പോൾ എന്താണ് അറിയുന്നത്, എന്താണ് അനുഭവപ്പെടുന്നത് എന്നുള്ളത് നോക്കാം. നിങ്ങളുടെ മൈക്ക് മ്യൂട്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള പാകത്തിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇതിൽ 2-3 പേര് പ്രാണിക് ഹീലിംഗ് ഓൾറെഡി പഠിച്ചവരാണ്. അവരല്ലാതെ ഫസ്റ്റ് ടൈം ഈ ഇൻട്രൊഡക്ടറി സെഷൻ കേൾക്കുന്ന ആൾക്കാർ, അവർ ഈ പ്രാക്ടീസ് ചെയ്ത സമയത്ത് എന്താണ് എക്സ്പീരിയൻസ് ചെയ്തതെന്ന് ഷെയർ ചെയ്യും. നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യണമെന്നില്ല, ഓഡിയോ മൈക്ക് ഓൺ ചെയ്തിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. എന്താണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചത്? കൈകൾ തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. ഒരു പെട്ടെന്ന് സോറി, പഠിച്ച ആളല്ലേ? അല്ല അല്ല. ഓക്കെ, താങ്ക് യു. അട്രാക്ഷൻ തോന്നി അല്ലേ? അടുത്ത് വരുന്നതായിട്ട് തോന്നി. ഓക്കെ ഓക്കെ, താങ്ക് യു ഫോർ ഷെയറിംഗ്. മറ്റാരെങ്കിലും? ഓക്കെ, സോ നിങ്ങൾക്ക് എത്ര പേർക്ക് കൈകളുടെ മധ്യഭാഗത്ത് ഒരു ഇളം ചൂട് തോന്നി? വളരെ മൈൽഡ് ആയിട്ടുള്ള ചൂട് തോന്നി? കയ്യിലൊരു വൈബ്രേഷൻ ആവുന്ന കയ്യിലൊരു വൈബ്രേഷൻ ആണ് തോന്നുന്നത്. എത്ര പേർക്ക് ഒരു ഇത് അദ്ദേഹം പറഞ്ഞ പോലെ വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ, ഒരു പൾസേറ്റിംഗ് പോലെ? സെയിം പൾസേറ്റ് വൈബ്രേഷൻ ആൻഡ് ഇങ്ങനെ കൈ ഒരുമിച്ച് വരുമായിരുന്നു. ഓക്കെ, ഇങ്ങനെ അട്രാക്ട് ചെയ്യുന്ന പോലെ തോന്നി. എത്ര പേർക്ക് ഇൻപിറ്റീവിന്റെ ഒരു പ്രഷർ, ഒരു മർദ്ദമുള്ളത് പോലെ തോന്നി കൈകൾക്കിടയിൽ? ഓക്കെ, നോക്കാം നമുക്ക് എന്താണ് നമുക്ക് ഈ ഫീൽ ചെയ്ത കാര്യം എന്താണെന്ന് ആദ്യം നോക്കാം. നിങ്ങളെ മൈക്ക് ഞാൻ ഒന്നുകൂടെ മ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനി സംസാരിക്കേണ്ടപ്പോൾ അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ പ്രാണശക്തി ഉണ്ടെന്നും ചുറ്റുപാടിലുള്ള പ്രാണന്റെ സ്രോതസ്സുകളുണ്ട്, സോഴ്സസ് ഓഫ് പ്രാണ, എയർ, ഗ്രൗണ്ട്, സൺലൈറ്റ്, ഇതൊക്കെ. സോ ഇവിടെ നിന്നാണ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രാണ അബ്സോർബ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലേക്ക് പ്രാണ അബ്സോർബ് ചെയ്യുന്ന എനർജി സെന്റേഴ്സ് ഉണ്ട്. യോഗശാസ്ത്രത്തിൽ ആ എനർജി സെന്റേഴ്സിന് പറയുന്ന പേര് ചക്രകൾ എന്നാണ്, ചക്രാസ്. നമ്മുടെ കൈയുടെ മധ്യഭാഗത്തും അതേപോലെ ചക്രകളുണ്ട്. അപ്പൊ ഈ ചക്ര അല്ലെങ്കിൽ ഈ എനർജി സെന്റർ നമ്മൾ സ്പർശിക്കുമ്പോഴത്തേക്കും ആ എനർജി സെന്റർ ആക്ടിവേറ്റഡ് ആവും. ആക്ടിവേറ്റഡ് എന്ന് വെച്ചാൽ ഈ ചക്ര ഫാസ്റ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത്. റൊട്ടേറ്റ് ചെയ്യുന്നത് സെന്റർ ആയതുകൊണ്ടാണ് ഇതിന് ചക്ര അല്ലെങ്കിൽ ചക്രം എന്നുള്ള പേര് വന്നത്. അപ്പൊ ഇതിന്റെ ഫാസ്റ്റ് ആയിട്ടുള്ള റൊട്ടേഷൻ നമുക്ക് ഇവിടെ ഫീൽ ചെയ്യും. ഒരു വേളിംഗ് സെൻസേഷൻ ആയിട്ടോ ടിംഗ്ലിംഗ് സെൻസേഷൻ ആയിട്ടോ പൾസേറ്റിംഗ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. ചിലപ്പോൾ ചെറിയ ചൂട് പോലെ തോന്നും നമുക്ക്. പ്രാണന്റെ ഒരു നേച്ചറാണ് ഒരു ചൂടായിട്ട് തോന്നും, ചൂട്, ഇളം ചൂട് പോലെ തോന്നും. ഇനി ഈ ചക്ര അബ്സോർബ് ചെയ്യുന്ന എനർജി നിങ്ങളുടെ കയ്യിൽ നിറഞ്ഞ് നിങ്ങളുടെ കൈക്ക് ചുറ്റിലും അങ്ങനെ ഒരു എനർജി ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ ഓറ എന്ന് കിട്ടുന്ന അല്ലെ, ഓറ അല്ലെങ്കിൽ ഒരു പ്രഭാവലയുണ്ട് നമ്മുടെ ശരീരത്തിന് ചുറ്റിലും. അതേപോലെ നമ്മുടെ കൈക്ക് ചുറ്റിലും അങ്ങനെ ഒരു എനർജി ഫീൽഡ് ഉണ്ട്. ഓക്കെ, ഇല്ലെങ്കിൽ ഈ എനർജി ഫീൽഡിന് ഇത് നമ്മുടെ ഫിസിക്കൽ ബോഡി ആണെങ്കിൽ മറ്റൊരു സൂക്ഷ്മ ശരീരമാണ്, ഒരു ഇൻവിസിബിൾ ബോഡിയാണ്.
അതിനെ യോഗശാസ്ത്രത്തില് പ്രാണമയ കോശം പറയും. പ്രാണമയ കോശം ഇത് അന്നമയ കോശമാണ്. അന്നം കൊണ്ട് നിലനിൽക്കുന്നതാണെങ്കിൽ ഇത് പ്രാണനെ കൊണ്ടാണ് നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു എനർജി ബോഡിയുടെ ഒരു ഓറ ഉണ്ട് നമ്മുടെ കൈക്ക്. ഇത് ഈ കൈക്കകത്തും പുറത്തുമായിട്ട് ഇങ്ങനെ വ്യാപിച്ചിരിക്കും. ഇങ്ങനെ ഒരു എനർജി ഫീൽഡ് ആയിരിക്കും, ഒരു എനർജി ഫീൽഡ്. സോ നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ കൈ ഇങ്ങനെ വരുമ്പോൾ ഈ ഇടത് കൈയിലേക്ക് വലത് കൈ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ എത്തും നിങ്ങൾക്ക് ഒരു പ്രഷർ തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അട്രാക്ഷനോ പ്രഷറോ നിങ്ങളുടെ കയ്യിൽ ഒരു ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ മറു കൈയുടെ എനർജി ഫീൽഡാണ്. ഇങ്ങനെ നമുക്ക് നമ്മുടെ കൈത്തലങ്ങൾ ഉപയോഗിച്ച് തന്നെ പ്രഷറായിട്ടോ അതേപോലെ ഓക്കെ, താങ്ക് യു. പ്രഷറായിട്ടോ അല്ലെങ്കിൽ കൈകൾക്കിടയിൽ അല്ലെങ്കിൽ കൈകളിൽ ഒരു ചൂടായിട്ടോ ടിംഗ്ലിംഗ് സെൻസേഷൻ ആയിട്ടോ പൾസേറ്റിംഗ് ആയിട്ടൊക്കെ നമുക്ക് നമ്മുടെ ബോഡിയിൽ ഈ പ്രാണം നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഇത് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ആണ്. നിങ്ങൾ ഓഫ്ലൈൻ പ്രോഗ്രാമിലാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് ചുറ്റിലുമുള്ള ഈ പ്രഭാവലയെ നമുക്ക് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ കണ്ണുകൾ കൊണ്ട് തന്നെ നേരിട്ട് കാണാമെന്നുള്ളൊരു പ്രാക്ടീസും കൂടെ ചെയ്യാറുണ്ട്. അത് ഈ ഓൺലൈൻ സെഷനിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളതുകൊണ്ടാണ് നമ്മളത് സ്കിപ്പ് ചെയ്യുന്നത്. സോ ഇങ്ങനെ നമുക്ക് ബോധ്യപ്പെടാം നമ്മുടെ ശരീരത്തിലുള്ള പ്രാണശക്തി നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി ഞാനൊന്ന് എങ്ങനെയാണ് ഈ ഹീലിംഗ് സാധ്യമാവുന്നത് നോക്കണം. എങ്ങനെയാണ് ഹീലിംഗ് സാധ്യമാവുന്നത്? വളരെ ഷോർട്ടായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്, എങ്ങനെ ഹീലിംഗ് സാധ്യമാവുന്നത്. സോ നമ്മുടെ ബോഡി നമ്മളിപ്പോൾ പറഞ്ഞു ശരീരത്തിന് ചുറ്റിലുമായിട്ടൊരു എനർജി ഫീൽഡ് ഉണ്ട്. സോ നമ്മുടെ ശരീരത്തിന് ചുറ്റിലും ഭൗതിക ശരീരത്തിനകത്തും പുറത്തുമായിട്ട് ഇങ്ങനെ ഒരു എനർജി ഫീൽഡ് ഉണ്ട്. ഇത് ഇൻവിസിബിൾ ആണ്. ഇത് നമുക്ക് പെട്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല, അല്ലെങ്കിൽ പൊതുവെ അത് ഇൻവിസിബിൾ ആണ്. ആ ഇൻവിസിബിൾ ഫീൽഡിന് നമ്മൾ പറയുന്ന പേരാണ് എനർജി ബോഡി അല്ലെങ്കിൽ ഊർജ ശരീരം എന്ന് പറയും. പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ പൗരാണിക ഗ്രന്ഥങ്ങളിലൊക്കെ അതിനെ സൂക്ഷ്മ ശരീരം എന്ന് പറയും. സൂക്ഷ്മ ശരീരം, ഇത് സ്ഥൂല ശരീരം, ഇത് സൂക്ഷ്മ ശരീരം എന്ന് പറയും. അപ്പൊ നമ്മളിവിടെ ഫിസിക്കൽ ബോഡി എന്നും എനർജി ബോഡി എന്നും പറയും. അപ്പൊ ഈ എനർജി ബോഡി പറയുന്നത് ഒരു പ്രകാശത്തിന്റെ മണ്ഡലമാണ്. നമ്മുടെ ഭൗതിക ശരീരത്തിനകത്തും പുറത്തുമായിട്ട് വ്യാപിച്ചിരിക്കുന്ന ഒരു പ്രകാശത്തിന്റെ മണ്ഡലമാണ് ഈ എനർജി ബോഡി. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഫിസിക്കൽ ബോഡിയും ഒരു എനർജി ബോഡിയും ഉണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ കോഴ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇത് എന്താണെന്ന് പറയുക ചെയ്യുന്നത്. ഇനി ഈ എനർജി ബോഡിയുടെ ഘടന, ഈ എനർജി ബോഡിയിൽ ഇന്നർ ഓറ, ഹെൽത്ത് ഓറ, ഔട്ടർ ഓറ പറഞ്ഞ് ഇതിന്റെ 3 ഭാഗങ്ങൾ. ഈ എനർജി ബോഡിയിലാണ് ചക്രകൾ ഉള്ളത്. ഈ ചക്രകളാണ് ചുറ്റുപാടൊന്നും പ്രാണനെ സ്വീകരിക്കുന്നതും നമ്മുടെ ശരീരത്തിനെ ഊർജ്ജവൽക്കരിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ചക്രകളാണ്. അതേപോലെ ഊർജം നൽകിക്കൊണ്ടും ഈ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നതൊക്കെ ഈ ചക്രകളാണ്. ഇനി നമ്മൾ ഈ 2 ശരീരങ്ങൾ, യഥാർത്ഥത്തിൽ അത് 2 ശരീരങ്ങളല്ല, നമ്മുടെ ഭൗതിക ശരീരത്തിന്റെ തന്നെ ഇത് വിസിബിൾ ആസ്പെക്റ്റും മറ്റത് ഇൻവിസിബിൾ ആസ്പെക്റ്റും ആണ്. നമ്മളിപ്പോൾ അതിനെ ഒരു സൗകര്യാർത്ഥം 2 ശരീരങ്ങളായിട്ട് പറയുന്നതാണ് ഫിസിക്കൽ ബോഡിയെന്നും എനർജി ബോഡിയെന്നും. ഇനി എന്താണ് ലോ ഓഫ് കറസ്പോണ്ടൻസ്? ലോ ഓഫ് കറസ്പോണ്ടൻസ് പറയാണ് ഭൗതിക ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ ഊർജ ശരീരത്തിലും, അതേപോലെ ഊർജ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെല്ലാം തന്നെ ഭൗതിക ശരീരത്തിലും പ്രകടമാവും. ഉദാഹരണത്തിന് നിങ്ങളുടെ ഭൗതിക ശരീരത്തിൽ ഒരു അസുഖം ഉണ്ടെങ്കിൽ ആ അസുഖം ഊർജ ശരീരത്തിൽ ഉണ്ടാവും. ഊർജ ശരീരത്തിലുള്ള രോഗാവസ്ഥയ്ക്ക് പറയുന്ന പേര് രോഗോർജം എന്നാണ്. ഈ എനർജി ബോഡിയിൽ, ഫിസിക്കൽ ബോഡിയിൽ രോഗമുള്ളപ്പോൾ എനർജി ബോഡിയിൽ ആ രോഗത്തിന്റെ ഊർജ്ജം ഉണ്ടാവും, രോഗോർജം. ആ രോഗോർജമാണ് ഊർജ ശരീരത്തിലുള്ള രോഗാവസ്ഥ. ഇനി ഭൗതിക ശരീരം സുഖപ്പെടുമ്പോൾ ഈ ഊർജ ശരീരവും സുഖപ്പെടും. നമ്മൾ മരുന്ന് കഴിച്ചോ ഏതെങ്കിലും പല രീതിയിൽ നമ്മൾ ഫിസിക്കൽ ബോഡിയെ ട്രീറ്റ് ചെയ്ത് ഫിസിക്കൽ ബോഡി സുഖപ്പെടുന്ന കൂടെ എനർജി ബോഡിയും സുഖപ്പെടും. പിന്നെ ആ ഫിസിക്കൽ ബോഡി സുഖപ്പെട്ട് കഴിഞ്ഞാൽ എനർജി ബോഡിയിൽ രോഗോർജം ഉണ്ടാവില്ല, ഡിസീസിന്റെ എനർജി ഉണ്ടാവില്ല. എന്താ കാരണം? ആ ലോ ഓഫ് കറസ്പോണ്ടൻസ്. എന്താണോ ഭൗതിക ശരീരത്തിൽ ഉണ്ടാവുന്നത് ആ മാറ്റങ്ങളൊക്കെ ഊർജ ശരീരത്തിലും പ്രകടമാവുന്നുള്ളത്. ഇനി നമ്മൾ ഭൗതിക ശരീരത്തിനെ ചികിത്സിക്കാതെ ഊർജ ശരീരത്തിനെയാണ് ചികിത്സിക്കുന്നത് വിചാരിക്കാം. ഊർജ ശരീരത്തിൽ നിന്ന് രോഗോർജം നീക്കം ചെയ്യാമെന്ന് വിചാരിക്കും. ഊർജ ശരീരത്തിൽ നിന്ന് രോഗോർജം നീക്കം ചെയ്താൽ ഊർജ ശരീരം സുഖപ്പെടും. ഊർജ ശരീരം സുഖപ്പെട്ടാൽ ഭൗതിക ശരീരവും സുഖപ്പെടും. അത് പ്രാണി ഹീലിംഗില് നമ്മൾ ഭൗതിക ശരീരത്തിൽ സ്പർശിക്കുന്നില്ല, മറിച്ച് ഭൗതിക ശരീരത്തിൽ ഉണ്ടാവുന്ന രോഗങ്ങളുടെ ഊർജാവസ്ഥ
ഭൗതിക ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളുടെ ഒരു ഊർജാവസ്ഥ ഈ ഊർജ ശരീരത്തിൽ അല്ലെങ്കിൽ എനർജി ബോഡിയിൽ ഉണ്ടാകും. ആ എനർജി ബോഡിയിൽ നിന്ന് ആ ഊർജാവസ്ഥയെ, രോഗാവസ്ഥയെ നീക്കം ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ നീക്കം ചെയ്യുമ്പോൾ എന്താവും? ഈ എനർജി ബോഡി ഹീലാവും. എനർജി ബോഡി ഹീലാവും. ലോ ഓഫ് കറസ്പോണ്ടൻസ് അനുസരിച്ച് എനർജി ബോഡി സുഖപ്പെടുമ്പോൾ ഫിസിക്കൽ ബോഡി സുഖപ്പെടും. ഇങ്ങനെയാണ് പ്രാണി ഹീലിങ്ങിലൂടെ എന്തെങ്കിലും ഹീലിംഗ് സാധ്യമാവുന്നത്. നോക്കാം, നമുക്കൊരു സ്ലൈഡ് കാണാം. ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇത് ഒരു കാൽമുട്ട് വേദന ഉള്ള ഒരാളുടെ ഊർജ്ജ ശരീരമാണ്. കാൽമുട്ട് വേദന ഉള്ള ഒരാളുടെ ഊർജ്ജ ശരീരമാണ്. നിങ്ങൾ നോക്കിയാൽ കാണാം, എല്ലാ ഭാഗത്തും അവരുടെ എനർജി ബോഡി എല്ലാ ഭാഗത്തും നല്ല ക്ലിയർ ആണ്, ബ്രൈറ്റ് ആണ്. പക്ഷെ മുട്ടിന്റെ ഭാഗത്ത് മാത്രം ഊർജ്ജ ശരീരം അത്ര ക്ലിയർ അല്ല, അല്ലെങ്കിൽ അവിടെ ചാര നിറത്തിലൊരു മാറ്റർ കാണും. ഇതാണ് രോഗോർജം. ഇതാണ് രോഗോർജം. ഇത് ആക്ച്വൽ വീഡിയോ അല്ല, ഇത് അനിമേറ്റഡ് ആണ്. നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഭൗതിക ശരീരത്തിൽ രോഗം ഉണ്ടെങ്കിൽ ഊർജ്ജ ശരീരത്തിലും രോഗം ഉണ്ടാകും. ഇനി പ്രാണി ഹീലിംഗിൽ ചെയ്യുന്നത് ഈ ഭൗതിക ശരീരത്തിൽ തൊടാതെ ഊർജ്ജ ശരീരത്തിൽ നിന്ന് ഈ രോഗോർജത്തെ നീക്കം ചെയ്യാണ് പ്രാണി ഹീലിംഗിൽ ചെയ്യുന്നത്. അങ്ങനെ നീക്കം ചെയ്യുമ്പോൾ എന്താവും? അങ്ങനെ നീക്കം ചെയ്യുമ്പോൾ ഊർജ്ജ ശരീരത്തിൽ നിന്ന് രോഗോർജം നീക്കം ചെയ്യപ്പെടുകയും ഊർജ്ജ ശരീരം സുഖപ്പെടുകയും ചെയ്യും. സോ നമ്മൾ ഊർജ്ജ ശരീരത്തിൽ നിന്ന് രോഗോർജം നീക്കിക്കഴിഞ്ഞാൽ അവിടേക്ക് നമ്മൾ നല്ല ഊർജ്ജം നൽകും. നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രാണി ഹീലിംഗ് എന്ന് പറയുന്നത് ട്രാൻസ്ഫറൻസ് ഓഫ് എനർജിയാണ്. ഊർജ്ജം ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. എന്തിനാ ഊർജ്ജം ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഊർജ്ജം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ശരീരത്തിന് സുഖപ്പെടാനുള്ള കഴിവ് വർദ്ധിക്കുകയും ശരീരം സുഖം പ്രാപിക്കുകയും ചെയ്യും. ഇങ്ങനെ ഊർജ്ജ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ ശരീരത്തിന്റെ സൂക്ഷ്മ തലത്തിൽ നിന്ന് രോഗോർജത്തെ നീക്കം ചെയ്യുകയും അവിടേക്ക് നല്ല ഊർജ്ജം നൽകുകയും ചെയ്തുകൊണ്ട് ഊർജ്ജ ശരീരത്തെ സുഖപ്പെടുത്തും പ്രാണി ഹീലിംഗ്. അപ്പൊ നോക്കൂ, ഊർജ്ജ ശരീരം സുഖപ്പെട്ടു. ഊർജ്ജ ശരീരം മറ്റുള്ള ആരോഗ്യമുള്ള ഭാഗത്തുള്ളത് പോലെ തന്നെ ഇവിടെ സുഖപ്പെട്ടു. ഈ ലോ ഓഫ് കറസ്പോണ്ടൻസ് പ്രകാരം ഊർജ്ജ ശരീരം സുഖപ്പെട്ടാൽ ഭൗതിക ശരീരവും സുഖപ്പെടും. ഇങ്ങനെയാണ് ഹീലിംഗ് സംഭവിക്കുന്നത്. അപ്പൊ ആളുകൾ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതിങ്ങനെ വേദന പോലുള്ള രോഗങ്ങൾക്ക് മാത്രമാണോ ഇത് സാധിക്കുക, അല്ലെങ്കിൽ ഹീലിംഗിലൂടെ സാധിക്കുക എന്നുള്ളത്? ഹീലിംഗ് സാധിക്കുക എന്നുള്ളത് ഇത്തരത്തിലുള്ള വേദനയോ ബുദ്ധിമുട്ടുകളോ അല്ലാതെ മറ്റു ഗുരുതരമായ രോഗങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ ആന്തരിക അവയവങ്ങളെയോ ശരീരത്തിന്റെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ ബാധിച്ച രോഗങ്ങളാണെങ്കിൽ ഈ ശരീരഭാഗങ്ങളെയും ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നുണ്ട് ചക്രകൾ അല്ലെങ്കിൽ എനർജി സെന്റേഴ്സ്. അപ്പൊ നമ്മൾ ഈ ചക്രകൾ ശുദ്ധീകരിച്ച് ഊർജ്ജവൽക്കരിച്ച് അല്ലെങ്കിൽ ചക്രകൾ സൗഖ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ ശരീരഭാഗങ്ങളെ അവയവങ്ങളെയൊക്കെ നമ്മൾ സുഖപ്പെടുത്തുന്നത്. കാരണം ചക്രകള് ചക്രകള് ഭൗതിക ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്, ഭൗതിക ശരീരത്തെ ഊർജ്ജവൽക്കരിക്കുന്നുണ്ട്. അപ്പൊ ചക്രകൾ ശരിയായ ആരോഗ്യത്തോടെയും നല്ല പ്രവർത്തനക്ഷമതയും ഉള്ളതാണെങ്കിൽ ആ ചക്രകളാൽ നിയന്ത്രിക്കപ്പെടുന്ന, ആ ചക്രകളാൽ ഊർജ്ജവൽക്കരിക്കപ്പെടുന്ന ശരീരഭാഗങ്ങളും അവയവങ്ങളും ആരോഗ്യമുള്ളതായിരിക്കും. സോ അങ്ങനെ വരുന്ന കേസിൽ ചക്രകൾ സുഖപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി പ്രാണി ഹീലിംഗിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മളിപ്പോ രോഗിയുടെ ശരീരത്തിൽ സ്പർശിക്കുന്നില്ല അല്ലെങ്കിൽ മരുന്ന് നൽകുന്നില്ല എന്നുള്ളത് കൊണ്ട് രോഗി അടുത്ത് വേണമെന്നില്ല നമുക്ക് ഹീൽ ചെയ്യാൻ. നമുക്ക് രോഗിയുടെ ഊർജ്ജ ശരീരത്തിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ മാത്രമേ വേണ്ടത്. അപ്പൊ ഊർജ്ജ ശരീരത്തിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് നമ്മുടെ ചിന്തകളിലൂടെ സാധിക്കും. അതുകൊണ്ട് തന്നെ ഡിസ്റ്റന്റ് ഹീലിംഗ് സാധ്യമാണ്. ആ ഡിസ്റ്റന്റ് ഹീലിംഗിന് സാധ്യതയുള്ള നിയമം പറയുന്നത് ഇങ്ങനെയാണ്: പ്രിൻസിപ്പിൾ ഓഫ് ഇന്റർ കണക്റ്റഡ്നെസ്. സോ നമ്മളുടെ ഈ ഊർജത്തിന്റെ ഫീൽഡ് പറയുന്ന എനർജി ഫീൽഡ് എന്ന് പറയുന്നത് ഭൂമിയുടെ എനർജി ഫീൽഡുമായിട്ട് കണക്റ്റഡ് ആണ്. അല്ലെങ്കിൽ ഭൂമിയുടെ എനർജി ഫീൽഡ് വഴി ഭൂമിയിലുള്ള എല്ലാവരുടെയും എനർജി ബോഡി കണക്റ്റഡ് ആണ്. അപ്പൊ പരസ്പരം എല്ലാവരും കണക്റ്റഡ് ആണ്. നമ്മൾ ജസ്റ്റ് ഈ സാറ്റലൈറ്റ് വഴി നമ്മളെല്ലാവരും കണക്ട് ചെയ്തത് കൊണ്ട് നമുക്ക് ലോകത്തിന്റെ ഏത് കോണിൽ ഫോൺ ചെയ്യാൻ സാധിക്കുന്നത് പോലെ, ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കാൻ സാധിക്കുന്നത് പോലെ നമ്മൾ പരസ്പരം കണക്റ്റഡ് ആണ് സാറ്റലൈറ്റ് വഴി. അതേപോലെ നമ്മൾ പരസ്പരം കണക്റ്റഡ് ആണ് ഭൂമിയുടെ എനർജി വഴി. ഇനി എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ രോഗിയിലേക്ക് നമുക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ, എനർജി ഫോളോസ് അവർ ഇന്റൻഷൻ. ഊർജ്ജം നമ്മളുടെ ചിന്തകളെ അനുഗമിക്കുന്നവർ. നമ്മൾ ആരെങ്കിലും കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ഊർജ്ജം അവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ ആരിലാണോ നമ്മൾ ചിന്തയിലൂടെ സങ്കല്പത്തിലൂടെ ആ രോഗിയിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത്.
സോ ഈ രണ്ട് മെത്തേഡ് അനുസരിച്ചാണ് ഡിസ്റ്റന്റ് ഹീലിംഗ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി പ്രാണി ഹീലിംഗ് ആർക്കെല്ലാം പ്രാണി ഹീലിംഗ് പഠിക്കാം എന്നുള്ളതാണ്. 16 വയസ്സിന് മേലെ പ്രായമുള്ള എഴുത്തും വായനയും അറിയാവുന്ന ആർക്കും പ്രാണി ഹീലിംഗ് പഠിക്കാം. ഏതെങ്കിലും ഒരു ഭാഷ എഴുതാനോ വായിക്കാനോ അറിഞ്ഞാൽ മതി. ഒരുവിധ എല്ലാ ഭാഷയിലും തന്നെ പ്രാണി ഹീലിംഗിന്റെ പുസ്തകങ്ങൾ അവൈലബിളാണ്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും തമിഴിലും ഒക്കെ. അപ്പോൾ മറ്റൊരു നിബന്ധനയില്ല. 16 വയസ്സ് പൂർത്തീകരിച്ച ആർക്കും ഇത് പഠിക്കാം. അതേപോലെ പ്രാണി ഹീലിംഗിന്റെ കോഴ്സ് പറയുന്നത് പ്രാണി ഹീലിംഗിന്റെ ഹീലിംഗ് കോഴ്സ്, സ്പിരിച്വൽ കോഴ്സുകൾ, അതേപോലെ പ്രോസ്പെരിറ്റി കോഴ്സുകൾ എന്ന് പറഞ്ഞ് 3 കാറ്റഗറിയാണ് കോഴ്സുകൾ ഉള്ളത്. അത് ഹീലിംഗ് കോഴ്സുകൾ പ്രാണി ഹീലിംഗിന്റെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ഈ 3 ലെവൽസും കൂടെ ചേർന്നതാണ് ബേസിക് പ്രാണി ഹീലിംഗ് കോഴ്സ്. ഈ ബേസിക് പ്രാണി ഹീലിംഗ് കോഴ്സ് 2 ദിവസം കൂടെ നമുക്ക് പഠിച്ചെടുക്കാം. ബേസിക് പ്രാണി ഹീലിംഗ് കോഴ്സ് പഠിക്കുന്നത് വഴി നമുക്ക് സെൽഫായിട്ട് ഹീൽ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ വേറൊരാളെ നമുക്ക് ഹീൽ ചെയ്യാൻ സാധിക്കും. ഈവൻ ഡിസ്റ്റന്റ് ഹീലിംഗും സാധിക്കും. ദൂരെയുള്ള ഒരാളെ ഹീൽ ചെയ്യാം. അപ്പോൾ സെൽഫ് ഹീലിംഗ്, മറ്റൊരാളെ ഹീൽ ചെയ്യുന്നത്, ഡിസ്റ്റന്റ് ഹീലിംഗ്, ഇതെല്ലാം പഠിപ്പിക്കുന്നതാണ് ബേസിക് പ്രാണി ഹീലിംഗ് കോഴ്സ്. അതുകൂടാതെ നമ്മളുടെ ഈ ഊർജ്ജ നിലവാരം, നമ്മുടെ എനർജി ഫീൽഡ് അല്ലെങ്കിൽ നമ്മുടെ ഊർജ്ജത്തിന്റെ അളവ് വലിയ അളവിൽ വർദ്ധിപ്പിക്കാനുള്ള വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള, സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് ടെക്നിക്കുകൾ നമ്മൾ പഠിക്കും. ഇൻക്ലൂഡിങ് പ്രാണായാമങ്ങൾ ഉൾപ്പെടെയുള്ള തന്ത്രങ്ങൾ പഠിക്കും. അപ്പൊ അതുവഴി നമുക്ക് നമ്മുടെ എനർജി വലിയ അളവിൽ നിലനിർത്താൻ സാധിക്കും. ഈ എനർജി വർദ്ധിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് സുഖപ്പെടാനുള്ള കഴിവ് മാത്രമല്ല വർദ്ധിക്കുന്നത്. എനർജി വർദ്ധിക്കുന്നത് വഴി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് അതിന്റെ മാറ്റം ഉണ്ടാകും. എനർജി വർദ്ധിക്കുന്ന വഴി നമ്മൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കും, നമ്മൾ നല്ല ഉന്മേഷത്തോടെയും ഊർജ്ജസ്വലത്തോടെ ഇരിക്കും, നമ്മൾ നല്ല പ്രൊഡക്റ്റീവ് ആവും, നമ്മൾ നല്ല ഡൈനാമിക് ആവും. എല്ലാം നമ്മുടെ എനർജി ആശ്രയിച്ചായിരിക്കും. സോ പ്രാണി ഹീലിംഗ് നിങ്ങൾ പഠിക്കുന്ന വഴി നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ലെവൽ വർദ്ധിപ്പിക്കാം. അതുവഴി നിങ്ങളുടെ ആരോഗ്യം വർദ്ധിക്കുന്നു മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് അതിന്റെ മേന്മ പ്രകടമാക്കാനായിട്ട് സാധിക്കും. അഡ്വാൻസ് പ്രാണി ഹീലിംഗ് കോഴ്സിൽ കാലപ്പഴക്കമുള്ളത് ഗുരുതരമായ രോഗങ്ങളൊക്കെ സുഖപ്പെടുത്താനുള്ള അഡ്വാൻസ്ഡ് തന്ത്രങ്ങളാണ്. പ്രാണി സൈക്കോതെറാപ്പി പറയുന്ന 5th ലെവൽ കോഴ്സിൽ പ്രാണി ഹീലിംഗ് സൈക്കോളജിക്കൽ എലിമെന്റ്സിന്, മാനസിക രോഗങ്ങൾക്ക് എങ്ങനെയാണ് പ്രാണി ഹീലിംഗ് പ്രയോജനപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ മാനസിക രോഗങ്ങൾക്കുള്ള ചികിത്സയാണ് അവിടെ പഠിക്കുന്നത്. 6th ലെവൽ പ്രാണി ഹീലിംഗിന്റെ 6th ലെവലില് ക്രിസ്റ്റൽസ് ഉപയോഗിച്ച് ഹീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കും. പ്രാണിക് ഫേസ് ലിഫ്റ്റ്, പ്രാണിക് ബോഡി സ്കൾപ്പിംഗ് എന്ന് പറഞ്ഞ കോഴ്സുകൾ കൂടെ ഉണ്ട്. നമ്മുടെ ശരീര സൗന്ദര്യത്തിനും മുഖ സൗന്ദര്യത്തിനും ഒക്കെ ഉള്ള ഹീലിംഗ്. പിന്നെ വരുന്ന കോഴ്സുകൾ സ്പിരിച്വൽ കോഴ്സുകളാണ്, സ്പിരിച്വൽ ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. സോൾ റിയലൈസേഷൻ, അർഹാത്തി യോഗ, ഓമനി പത്നികം, സ്പിരിച്വൽ എസൻസ് ഓഫ് മാൻ, ഇന്നർ ടീച്ചിങ്സ് ഓഫ് ഹിന്ദുയിസം, ഇന്നർ ടീച്ചിങ്സ് ഓഫ് ക്രിസ്ത്യാനിറ്റി, ഇന്നർ ടീച്ചിങ്സ് ഓഫ് ബുദ്ധിസം, ഇത്തരത്തിലുള്ള കോഴ്സുകൾ. ദെൻ മെഡിറ്റേഷൻ ഓൺ ദി ലോർഡ്സ് പ്രേയർ, ഇങ്ങനെയുള്ള ധാരാളം സ്പിരിച്വൽ കോഴ്സുകൾ. പ്രോസ്പെരിറ്റി കോഴ്സുകൾ, ജീവിത അഭിവൃദ്ധിക്കുള്ള കോഴ്സുകളാണ്. സ്പിരിച്വൽ ബിസിനസ് മാനേജ്മെന്റ്, പ്രാണിക് ഫെങ്ഷുയി, ക്രിയാശക്തി ഫോർ പ്രോസ്പെരിറ്റി ആൻഡ് സക്സസ്, ദെൻ പ്രാണിക് സൈക്കിക് സെൽഫ് ഡിഫൻസ് കോഴ്സ്, ഇത്തരത്തിലുള്ള കോഴ്സുകൾ. സോ നിങ്ങൾക്ക് പ്രാണി ഹീലിംഗ് കോഴ്സുകൾ കേരളത്തിൽ എവിടെയും പ്രാണി ഹീലിംഗ് കോഴ്സുകൾ പഠിക്കാൻ, അതേപോലെ തന്നെ പ്രാണി ഹീലിംഗ് ചികിത്സയ്ക്കുമായിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സ്കൂൾ ഓഫ് ഹീലിംഗ് ആൻഡ് മെഡിറ്റേഷൻ, കാലിക്കറ്റ്. ട്രിവാൻഡ്രം ടു കാസർഗോഡ് എവിടെയും നിങ്ങൾക്ക് ഹീലിംഗിനായാലും ക്ലാസ്സിനാണെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ നമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഈ ഒരു സ്ലൈഡ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും, ഈ എടുത്ത ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി നമ്മൾ അതേപോലെ തന്നെ ഹീലിംഗിലേക്ക് കടക്കുകയാണ്. നമ്മൾ പറഞ്ഞു ഡിസ്റ്റന്റ് ഹീലിംഗ് സാധ്യമാണ്, പ്രാണി ഹീലിംഗിലൂടെ ഡിസ്റ്റന്റ് ഹീലിംഗ് സാധ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഓൾറെഡി കുറച്ച് പേര് ഡിസ്റ്റന്റ് ഹീലിംഗിന് വേണ്ടി ബുക്ക് ചെയ്ത ആൾക്കാരുണ്ട്. അത് കൂടാതെ ഇന്നത്തെ സെഷനിൽ പങ്കെടുത്ത ആൾക്കാർക്ക് ആർക്കെങ്കിലും ഡിസ്റ്റന്റ് ഹീലിംഗ് ആവശ്യമാണെങ്കിൽ നമുക്കിപ്പോൾ ഡിസ്റ്റന്റ് ഹീലിംഗ് ചെയ്യാം. ഡിസ്റ്റന്റ് ഹീലിംഗ് ചെയ്യാം.
നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പാകത്തിന് മാറ്റിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ള ആൾക്കാർക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ഹീലിംഗ് ആവശ്യമുള്ള ആൾക്കാർക്കും പറയാം. ഡിസ്റ്റന്റ് ആയിട്ട് ഹീൽ ചെയ്യേണ്ട ആൾക്കാർ നിങ്ങൾ അവിടെ ജസ്റ്റ് കൈ തുറന്നിരുന്നാൽ മതി. നമുക്ക് ഇവിടുന്ന് ഹീൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഡിസ്റ്റന്റ് ഹീലിംഗ് ആവശ്യമുള്ള ആൾക്കാർക്ക് എനിക്ക് ഡിസ്റ്റന്റ് ഹീലിംഗ് വേണം. ഏതാ? ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല. ഡിസ്റ്റന്റ് ഹീലിംഗ് ആവശ്യമുണ്ട്. ഡിസ്റ്റന്റ് ഹീലിംഗ് ആവശ്യമുണ്ട്. ഓക്കെ, ബുക്ക് ചെയ്തിട്ടില്ല. നിങ്ങൾ പ്രാണി ഹീലിംഗ് പഠിച്ച ആളാണോ? അല്ല. ഓക്കെ, താങ്ക് യു. എന്താ ബുദ്ധിമുട്ട്? എന്താണ് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. എന്താണെന്ന് അറിയാം. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ഈ രോഗമുള്ള ആൾക്കാർക്ക്, വേദനയോ പ്രയാസമൊക്കെ ഉള്ള ആൾക്കാർക്കാണ് ഇപ്പോൾ നമ്മൾ ഹീലിങ്ങിനായിട്ട് പറഞ്ഞത്. അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. വെറുതെ എന്താണ് ഹീലിംഗ് എന്നൊന്നും അറിയാൻ വേണ്ടി മാത്രമാണ്. എന്താണ് ഹീലിംഗ് എന്ന് അറിയാൻ വേണ്ടിയാണ് അല്ലേ? ഓക്കെ. എനിക്കിപ്പോ നല്ല മെൻസ്ട്രൽ ക്രാംസിൽ ആണ് ഞാനിപ്പോ ഇരിക്കുന്നത്. അത് കുറയ്ക്കാൻ പറ്റുമോ പ്രാണിക് ഹീലിംഗ് വെച്ച്? ഓക്കെ, നിങ്ങൾ ബുക്ക് ചെയ്തിരുന്നോ ഹീലിംഗ്? ഇല്ല. ചെയ്തിട്ടില്ല. ഓക്കെ. സോ മാം, നിങ്ങൾക്ക് ഒന്ന് വീഡിയോ ഒന്ന് ഓൺ ചെയ്യാൻ പറ്റും? നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഫേസ് കാണാൻ വേണ്ടിയാണ് ഹീൽ ചെയ്യുന്നതിന് മുമ്പായിട്ട്. ഷുവർ. ഒരു മിനിറ്റ്. ഓക്കെ. യെസ്, ഒരു മിനിറ്റ്. ഓക്കെ. നെയിം അനിക്ക അല്ലേ? അല്ല, എന്റെ പേര് അഞ്ജുവാ. ഈ സൂമിലെ പേര് അനിക്ക എന്നായിട്ടേക്കുന്നത്. അഞ്ജു. എന്റെ മോളുടെ പേര് അനിക്ക. ഓക്കെ. മറ്റാർക്കെങ്കിലും ഹീലിംഗ് ആവശ്യമുള്ള ആൾക്കാർ? ഞാൻ ചോദിക്കാൻ കാരണം നിങ്ങൾ ഇവിടെ ഹീലേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ വേറെ ഹീലിംഗ് ആവശ്യമുള്ള ആൾക്കാർ പറയാം. എല്ലാവർക്കും ഇപ്പൊ തന്നെ ചെയ്യുന്നുണ്ട്. അസുഖമല്ലാതെ മറ്റേ നമ്മുടെ മാനസികമായിട്ട് നമ്മളെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് പോലത്തെ അത്തരം ഹീലിംഗ് ആവശ്യമുള്ളവർക്ക് ഇത് പറ്റുമോ? സ്ട്രെസ്സിനുള്ള ഹീലിംഗ് ആണോ? നമ്മുടെ ഉള്ളിൽ കുറെ നമ്മളെ ചെറുപ്പകാലത്തിൽ തന്നെ കുറെ വോൺസ് ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, ഓരോ അനുഭവങ്ങളൊക്കെ. അപ്പൊ അല്ലെങ്കിൽ നമ്മളെ ബാക്കിയുള്ളവരുടെ ദേഷ്യം, പക, അങ്ങനെയൊക്കെ ഉള്ള ഉള്ളിൽ കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ നമുക്ക് ഈ ഹീലിംഗ് ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും. പ്രാണിക് ഹീലിംഗ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അതിന് പ്രാണി സൈക്കോതെറാപ്പി എന്നാ പറയാം. നമ്മളുള്ള അത്തരത്തിലുള്ള മോശം ചിന്തകൾ, സ്വാധീനങ്ങൾ, ഇതൊക്കെ നമ്മൾ ഹീൽ ചെയ്യുന്നത് പ്രാണി സൈക്കോതെറാപ്പി വഴി ചെയ്യാൻ സാധിക്കും. ഹീലിംഗിലൂടെ ചെയ്യാൻ പറ്റും. ഓക്കെ. അൻഷു ഒന്ന് വീഡിയോ ഓൺ ചെയ്യും. ഓക്കെ, താങ്ക് യു. നിങ്ങൾ വേറെ ആർക്കും ഹീലിംഗ് ആവശ്യമില്ല എന്നാണോ? ബുക്ക് ചെയ്ത ആൾക്കാരൊന്നും സാറേ, ഒരു ഞാനിപ്പം അതിനകത്ത് എനിക്കറിയാവുന്ന ഒരാളെ വിളിച്ചപ്പം പറഞ്ഞത് അത് ഇതിലൂടെ നടക്കുവോ എന്ന് ചോദിച്ചു. ആളിപ്പോ പറയാൻ വരുന്നുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് വ്യക്തമാക്കിയാലേ. ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ അഞ്ജുവിനൊന്ന് ഹീൽ ചെയ്യാം. ഓക്കെ. അപ്പോഴ് ഇവിടെയുള്ള ആൾക്കാർക്കും ബാക്കിയുള്ള ആൾക്കാർക്കും എന്താണ് പ്രാണിക് ഹീലിംഗ് അറിയാൻ പറ്റും. ഓക്കെ, സോ അഞ്ജു ജസ്റ്റ് ഒന്ന് കൈ മലർത്തി വെച്ചിരിക്കുക.
ഓക്കെ. നിങ്ങൾക്ക് മെന്റലി റിസപ്റ്റീവ് ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ മെന്റലി നമുക്ക് ഇങ്ങനെ ഒരു അഫേം ചെയ്യാം, ഐ വില്ലിംഗ്ലി ആൻഡ് ഗ്രേറ്റ്ഫുള്ളി ആക്സെപ്റ്റ് ദ ഹീലിംഗ് എനർജി എന്നൊന്ന് മനസ്സിൽ പറഞ്ഞിരിക്കാം. ജസ്റ്റ് ഒന്ന് മെന്റലി ട്യൂൺഡ് ആയിട്ടിരിക്കുക, കൈ തുറന്നിരിക്കുക. കൈ തുറന്നിരിക്കുന്നതാണ് റിസപ്റ്റീവ് ആയിട്ടുള്ള പ്രോസസ്. ഓക്കെ, അഞ്ജു നിങ്ങൾ റിസപ്റ്റീവ് ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ അല്ലെ? യെസ് യെസ് യെസ്. ഓക്കെ, നിങ്ങൾക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പെയിൻ ഇപ്പോഴുണ്ടോ? ആ ഇന്റൻസിറ്റി കുറച്ച് കുറഞ്ഞു. ഇന്റൻസിറ്റി കുറഞ്ഞ പെയിന്റ് അല്ലെ? ആ ഒരു 5 മിനിറ്റ് കൂടി ഇരിക്കുക.
ഓക്കെ 5 മിനിറ്റ് കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഓക്കെ അഞ്ജു, ഇപ്പോഴെങ്ങനെയാ ഫീൽ ചെയ്യുന്നത്? ഇപ്പം പോയി. ഒരു ഇങ്ങനെ സൂചി പോലത്തെ വേദന ഉണ്ടായിരുന്നു, അത് പോയി. പോയി. ഇപ്പൊ എന്തെങ്കിലും പെയിൻ തോന്നുന്നുണ്ടോ? ഇല്ല. ഇല്ല. അബ്ഡമിനൽ പെയിൻ ഇല്ല. ഇല്ല. ഓക്കെ. വേറെ എന്താ ഉള്ളത്? അതേ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ പെയിൻ ലോവർ ബാക്കിന് ഒരു ചെറിയ ലോവർ പറഞ്ഞ വേദന പോയി. ഓക്കെ. പറഞ്ഞത് പോയില്ലേ? പറഞ്ഞത് പോയി. ഇനിയിപ്പോ ലോവർ ബാക്കിനുള്ള അതേ ഉള്ളൂ, അല്ലാതെ എനിക്ക് ലോവർ ബാക്ക് കൂടെ ചെയ്യാം. ലോവർ ബാക്ക് കൂടെ എന്റെ കൂടെ ചെയ്യാം. ഓക്കെ. ഇല്ല, ലോവർ ബാക്ക് ഓൾമോസ്റ്റ് നോർമൽ ആണ്. ഓക്കെ. 2 മിനിറ്റ്. ഇത് നമ്മുടെ എനർജി ബോഡിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്കൽ ബോഡിയിലേക്ക് വരാൻ ചിലപ്പോൾ 2 മിനിറ്റ് 3 മിനിറ്റ് സമയം എടുക്കും. സോ ലോവർ ബാക്ക് ഓൾറെഡി ഇപ്പൊ ഹീൽഡ് ആണ്. ഓക്കെ. സോ താങ്ക് യു സോ മച്ച്. ഓക്കെ. സോ നിങ്ങൾ 1 മിനിറ്റ് അഞ്ചു, ഇത് വേറെ ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ പറയണേ, കാരണം ഇത് നമ്മൾ നേരത്തെ പരിചയമുള്ളതോ ഇവിടെ അല്ല, ഇത് ഞാൻ സാറ് എൻ്റെ അടുത്ത് ഇന്റൻഷൻ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ ഐ വാസ് കീപ്പിംഗ് ഓൺ ടെല്ലിംഗ് ടു മൈസെൽഫ് ദാറ്റ് ഐ ആം ഇന്റൻഷനലി ഗ്രേറ്റ്ഫുള്ളി അക്സെപ്റ്റിംഗ് ദ ഹീലിംഗ്. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഓക്കെ. അല്ല, ഞാൻ പറഞ്ഞത് മറ്റൊന്നാണ്. ഇത് നേരത്തെ നിങ്ങളെ പരിചയമുള്ള ആളല്ല, നിങ്ങളെ നമ്മൾ ഡീല് ബാക്കിയുള്ള ആൾക്കാരോടൊന്ന് പറയാൻ. അതെ, ഇത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് ഇത് അറിയത്തേ ഇല്ലായിരുന്നു. എന്റെ കസിൻ ഇസ് എ പ്രാണിക് ഹീലർ. അപ്പം പുള്ളിക്കാരി ഇത് ചെയ്യുന്നുണ്ടെന്നറിയാം. അത് ത്രൂ ആണ് എനിക്കിപ്പോ ഈ സൂമിന്റെ ലിങ്ക് കിട്ടിയത്. അപ്പൊ ഇന്ന് എന്തോ എന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നു വെൻ ഷീ മെസ്സേജ്. അതുകൊണ്ട് ഞാൻ ചെയ്യാം. ഞാനിപ്പോ ഇരിക്കുന്നത് ദുബായിലാ. എനിക്ക് കേരളത്തിൽ പോലും അല്ല ഞാൻ ഇരിക്കുന്നത്. ആൻഡ് ഇത് വളരെ യാദൃച്ഛികമായിട്ട് ആൻഡ് ഇന്ന് എനിക്ക് പീരിയഡ്സ് ആവുമെന്നും ഞാൻ നിശ്ചയിച്ചതല്ല. ഇതിനകത്ത് ഇതിങ്ങനെ വരാനും ഒന്നും നത്തിങ് വാസ് പ്ലാൻഡ്. സോ നിങ്ങൾ നോക്കുക, സാധാരണഗതിയിൽ അങ്ങനെ ഒരു പെയിനോ ഡിസ്കംഫർട്ടോ വന്നു കഴിഞ്ഞാൽ എത്ര സമയം എടുക്കും റിലീഫ് ഉണ്ടാവാൻ? ഈവൻ നമ്മളൊരു ടാബ്ലറ്റ് കഴിച്ചാലോ എന്തെങ്കിലും അപ്ലൈ ചെയ്താലും തന്നെ എത്ര സമയം എടുക്കും? ഉണ്ടെങ്കിൽ തന്നെ അത് എത്ര പെർസെൻറ്റേജാണ് നമുക്ക് കുറവുണ്ടാവുക? ഇത് നമ്മൾ കുറഞ്ഞ സമയം എടുത്തുള്ളൂ അല്ലേ? വളരെ കുറച്ച് സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈവൻ നിങ്ങൾ ദുബായിലാണ്, നമ്മൾ ചെയ്യുന്നത് കേരളത്തിൽ നിന്നാണ്. സോ വളരെ കുറച്ച് സമയം മാത്രം, ഒരു മരുന്ന് ഉപയോഗിച്ചിട്ടില്ല. സോ ദിസ് ഈസ് പ്രാണിക് ഹീലിംഗ്. ഇതാണ് ഭയങ്കര റിലാക്സിങ് ഫീലിംഗ് ഉണ്ടായിരുന്നു. ലൈക്ക്
ഈ പെയിൻ വരുമ്പോൾ നമ്മൾ ഇച്ചിരി അജിറ്റേറ്റഡ് ആവുമല്ലോ, ലൈക്ക് ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പം ആ കണ്ണടച്ച് when I was intentionally receiving the healing, I was telling to myself I'm intentionally and gratefully I'm accepting the healing എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ തന്നെ ഭയങ്കര റിലാക്സ്ഡ് ഫീലിംഗ് ആയിരുന്നു. ആൻഡ് I could feel I was going into a sleep kind of thing, ആ ഭയങ്കര ഒരു ആശ്വാസം പോലെ ആയിരുന്നു. സോ താങ്ക് യു അഞ്ജു, താങ്ക് യു. Thank you നിങ്ങൾ so much. ആരെങ്കിലും ഇനിയിപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ ഡിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ കോൺഫറൻസിലൂടെ ഹീലിംഗ് സാധിക്കുമോ സംശയമുള്ള ആൾക്കാർക്കുള്ള മറുപടിയാണ്. സോ ഇറ്റ് ഈസ് പോസിബിൾ. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹീലിംഗ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, നമുക്കത് കണ്ടിന്യൂ ചെയ്തേപോലെ കണ്ടിന്യൂ. ഇനി അതല്ല നിങ്ങൾക്ക് ഇങ്ങനെയല്ല, നാളെ നിങ്ങൾക്ക് ഡിസ്റ്റന്റ് ആയിട്ടോ നേരിട്ടോ ഒക്കെ ഹീലിംഗ് ആവശ്യമുള്ള ആൾക്കാർക്കും വിളിക്കാം. സാറേ, ക്യാൻസർ പോലുള്ള മാരക അസുഖങ്ങൾക്കൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ആശ്വാസം കിട്ടുമോ? എത്ര കാലം എടുക്കുന്നില്ല അങ്ങനെ? ക്യാൻസർ പോലത്തെ രോഗങ്ങൾക്ക് നമ്മൾ ഇത്തരത്തിലുള്ള ഗുരുതരമായ രോഗങ്ങൾക്കൊക്കെ നമ്മൾ ഹീൽ ചെയ്യുന്നത് മറ്റ് ചികിത്സകളുടെ കൂടിയാണ്, പ്രത്യേകിച്ച് മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൂടിയാണ് ഹീലിംഗ് ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് വഴി ആദ്യഘട്ടത്തിൽ രോഗിക്ക് പലപ്പോഴും അവർക്ക് ഉണ്ടാവുന്ന കുറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വേദന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ അളവിൽ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. ചില കേസിൽ മറ്റ് ചികിത്സകളുടെ കൂടെ ഇത് ചെയ്യുന്ന സമയത്ത് വലിയ അളവിൽ മൂർച്ഛിക്കാത്ത അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ നല്ല റിലീഫ് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും തന്നെ സുഖപ്പെടുത്താൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അതേസമയത്ത് രോഗത്തിന്റെ കാഠിന്യം മറ്റ് ചികിത്സകൾ പോലെ തന്നെ വളരെ കഠിനവും ഗുരുതരവുമായ കേസ് ആണെങ്കിൽ നമുക്ക് പലപ്പോഴും ഭാഗികമായിട്ടുള്ള ആശ്വാസം നൽകാൻ സാധിക്കുള്ളൂ. ഏറ്റവും പ്രധാനമായിട്ട് അവരുടെ കുറെ ബുദ്ധിമുട്ടുകൾ നമുക്ക് മാറ്റി കൊടുക്കാൻ സാധിക്കും. അത് ഏത് അവസ്ഥയിലാണെങ്കിലും വേദനയും മറ്റു പ്രയാസങ്ങളൊക്കെ വലിയ അളവിൽ അവർക്ക് മാറ്റി കൊടുക്കാൻ സാധിക്കും. അല്ലാത്ത കേസിൽ റിക്കവറി പറയുന്നത് വലിയ ഗുരുതരമല്ലാത്ത കേസിലൊക്കെ വലിയ പെർസെൻറ്റേജ് ഓഫ് റിക്കവറി സാധിക്കും, എലോങ് വിത്ത് മറ്റ് ചികിത്സകൾ. അതിന്റെ കൂടെ നമ്മൾ നിർദ്ദേശിക്കുന്നത് മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ കൂടെ പ്രാണിക് ഹീലിംഗ് ചെയ്യാനാണ് നമ്മൾ നിർദ്ദേശിക്കുന്നത്. ക്ലിയർ? സോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ സംശയങ്ങളൊന്നും വേറെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്രാണിക് ഹീലിംഗിന്റെ കോഴ്സിന് അതേപോലെ തന്നെ പ്രാണിക് ഹീലിംഗ് കോഴ്സിനും ഹീലിംഗിനുമായിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. കേരളത്തിൽ എവിടെയും പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സുകൾക്ക് വേണ്ടിയാണ്. ഹീലിംഗിന് നിങ്ങൾക്ക് ലോകത്ത് എവിടെയുള്ള ആൾക്കാർക്ക് ഈ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ കണ്ടു, ദുബായിൽ ഇരിക്കുന്ന ഒരാളെയാണ് നമ്മൾ ഡിസ്റ്റന്റ് ആയിട്ട് ഹീൽ ചെയ്തത്. ഇത് ഈവൻ ഇങ്ങനെ വീഡിയോ വേണമെന്നില്ല, അവരുടെ ഒരു ഫോട്ടോ വാട്സപ്പ് അയച്ചു തന്നിട്ട് അവരെ ജസ്റ്റ് നമ്മളൊന്ന് ഓവർ ഫോണിൽ വിളിച്ച് അവർ ഇതേപോലെ റിസപ്റ്റീവായിട്ട് ഇരിക്കുകയേ വേണ്ടുള്ളൂ ഹീലിങ്ങിന്, ലോകത്തിന്റെ ഏത് ഫോണിലായാലും. അപ്പോൾ നമുക്ക് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ക്ലാസ്സുകൾക്കും അതേപോലെ തന്നെ ഹീലിങ്ങിനുമായിട്ട്. സോ ഇതുവരെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കും. താങ്ക് യു വെരി മച്ച്. Thank you, sir. താങ്ക് യു സാർ. കേൾക്കാം. ഞാനിപ്പോ കഴിഞ്ഞ ഒരു മാസമായിട്ട് സാറിന്റെ ഇതില് ഹീൽ ചെയ്യുകയാണ്. എനിക്ക് വളരെയധികം സ്ട്രെസ്സും അതുപോലെ ഉറക്കമില്ലായ്മ, വളരെയധികം ഉറക്കമില്ലായ്മ. ഞാൻ ഒരു ദിവസം 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ അങ്ങനെ ഉറങ്ങി വളരെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ സാറിനെ കോണ്ടാക്ട് ചെയ്യുന്നത്. എനിക്ക് അതിൽ നിന്ന് വളരെ അധികം ഹീല് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പൂർണ്ണമായിട്ട് ഹീലായിട്ടില്ല. എനിക്ക് ഡയബറ്റിക്കിന്റെ പ്രശ്നമുണ്ട്, അതുപോലെ പ്രഷറിന്റെ ഹൈ പ്രഷറാണ്. ഞാൻ കഴിഞ്ഞ 20 വർഷമായിട്ട് പ്രഷറിന്റെ ഗുളിക കഴിക്കുന്നു. ഡയബറ്റിക്കിന്റെ 3 വർഷമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ എല്ലാം വളരെ നോർമൽ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 8 ഹീലിംഗ് ആയി സാറിന്റെ കീഴിൽ. എനിക്ക് അത് വളരെയധികം ഇതുണ്ട്. പിന്നെ കുറച്ച് സ്ട്രെസ് ഒക്കെ ഉണ്ട്. അത് ഇങ്ങനെ
കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കുന്നു. 2 ദിവസമായിട്ട് കുറച്ച് സ്ട്രെസ് ഉണ്ട്. ഏതായാലും വളരെ വളരെ നല്ല ഒരു റിസൾട്ടാണ് എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് സാറിന്റെ ഈ ഒരു ഇതിൽ. കാരണം ഒരു 9 ടാബ്ലറ്റോളം ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ ഒരു 5ലേക്ക് എത്തി നിൽക്കുകയാണ് ടാബ്ലറ്റിന്റെ എണ്ണം. അതേപോലെ സാറിന്റെ ആ ഷുഗർ ലെവലിലുള്ള ചേഞ്ച് കൂടി ഒന്ന് പറയും. ആൾക്കാർക്ക് ഒരു ഷുഗർ ലെവല് എനിക്ക് പ്രാണിക് ഹീലിംഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് എന്റെ ഫാസ്റ്റിംഗ് ഷുഗർ ലെവല് 120 ടു ബിറ്റ്വീൻ 150 ആയിരുന്നു ഫാസ്റ്റിംഗ് ലെവല്. ഇപ്പോ ഈ 5-6 ഈ പ്രാണിക് ഹീലിന് ശേഷം എന്റെ ഷുഗർ ലെവല് 95-100 ആ റേഞ്ചിൽ ഇപ്പൊ നിൽക്കുകയാണ്. വളരെ നല്ലൊരു റിസൾട്ടാണ്. ഇപ്പൊ ഞാൻ എല്ലാ 1.5 വിട്ടുള്ള ദിവസങ്ങളിലും ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഇപ്പൊ വളരെ ദൂരെ ഇരുന്നാണ് സാറ് എന്നെ ഹീൽ ചെയ്യുന്നത്. സാറ് കേരളത്തിലും ഞാനിപ്പോ അമേരിക്കയിലുമാണ്. ഇപ്പൊ സമയത്തിന് വ്യത്യാസമുണ്ട്. ഇത്രയും ഡിസ്റ്റൻസ് എൻ്റെ ഒരു ചെറിയൊരു ഫോട്ടോ മാത്രമാണ് സാറിന്റെ കയ്യിലുള്ളത്. അത് വളരെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വളരെ അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു. അത് എന്തോ വലിയൊരു അത്ഭുതം, അത്രേ എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ ഫോട്ടോ കണ്ടു, പക്ഷെ ഇപ്പൊ പെട്ടെന്ന് വീഡിയോ കണ്ടപ്പോ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഇപ്പോഴാണ് ഞാൻ സാറിനെയും സാർ എന്നെ നേരിട്ട് കാണുന്നത്. ഈ ഒരു വീഡിയോ കോൺഫറൻസിലൂടെയാണ്. മറ്റേത് വാട്സപ്പിൽ ഫോട്ടോ മാത്രമേ കണ്ടു. അത്രേ ഉള്ളൂ. ഓക്കെ സാർ, ഇരിക്കൂ, ഇപ്പൊ ഹീലിംഗ് ചെയ്യാം. ഓക്കെ, ശരി. താങ്ക് യു. കൈ പൊക്കാനുള്ള കൈ പൊക്കാനുള്ള ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? അത് ഇത്രയൊക്കെ പൊങ്ങത്തുള്ളൂ. ഓക്കെ. അപ്പോഴാണ് പെയിൻ ഉള്ളത് അല്ലേ? ഇപ്പൊ ഇരുന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ലോവർ ബാക്ക് പെയിൻ ഇല്ല? ഇല്ല. ഓക്കെ. ഇനി ഷോൾഡറിന്റെ പെയിനാ പറയാനുള്ളത്. ഓക്കെ. ചെയ്യാം സാർ. ഇപ്പൊ എത്ര പൊക്കാൻ പറ്റുന്നുണ്ട്? അത്രയും പൊക്കാൻ പറ്റുള്ളൂ. ഫുള്ള് പൊക്കിയില്ലേ? പോരെ? ഒരു പിടുത്തമുണ്ട്, എന്നാലും ഒത്തിരി മാറ്റമുണ്ട്. ഓക്കെ. പെയിൻ ഇല്ല? എന്നാന്ന് പറഞ്ഞ പിടുത്തം മാത്രമേ ഉള്ളൂ അല്ലേ? പിടുത്തം മാത്രം. ഓക്കെ. നേരത്തെ ഉണ്ടായിരുന്ന പെയിൻ പോയില്ലേ? എന്തോ? പെയിൻ ഇല്ലല്ലോ? പെയിൻ ഇല്ല. ഓക്കെ. സോ ഇപ്പോ ലോവർ ബാക്കും പെയിൻ ഇല്ല, ഷോൾഡറും പെയിൻ ഇല്ല. ഇനി അവിടെ ഇനിയിപ്പോ നമ്മൾ ചെയ്യുന്നത് ഒന്ന് ലൂസൻ ചെയ്യാനും ഒന്ന് ഫ്രീ ആവാനുള്ളതാ അവിടെ ചെയ്യുന്നത്. ബാക്കി ചെയ്യുന്നത് കുറച്ചുകൂടെ ചെയ്യാണ്ട് സാർ. 2 മിനിറ്റ് കൂടി ഇരിക്കാം. ഓക്കെ. ഫുള്ള് കഴിഞ്ഞിട്ടില്ല, ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു കാര്യം പറയാമോ എനിക്ക്? പറയാം. എനിക്ക് ലെഫ്റ്റ് ഐക്ക് ഇവിടുന്ന് ബ്രെയിനിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഞരമ്പ് വീക്കാണ്. ബ്ലഡ് മൂവ്മെന്റ് കുറവാണ്. അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങൾ കണ്ണിനുണ്ട്. ഓക്കെ സാർ, അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഇതേപോലെ നമ്മൾ ഒരു ഹീലിംഗ് ഇതും ശരിക്കും ഇപ്പൊ നമ്മൾ ഒരു ഹീലിംഗ് മതി എന്ന് പറയുന്നില്ല. ഈ ചേഞ്ച് ചില കേസിൽ പെർമനന്റ് ആവണമെങ്കിൽ നമ്മൾ 1-2 ഹീലിംഗ് കൂടെ ചെയ്യേണ്ടതായിട്ട് വരും. ഒറ്റ സിറ്റിംഗ് മാത്രം മതിയാവില്ല. അതേപോലെ കണ്ണിന്റെ കേസിലാണെങ്കിലും നമ്മളത് കുറച്ച് സമയമെടുത്ത് സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ നമുക്കിപ്പോ ഈ ഡിസ്റ്റന്റ് ഇങ്ങനെ ഓൺലൈൻ സെഷനിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല, പക്ഷെ അത് ഒരു സിറ്റിംഗ് മതിയാവില്ല. നമുക്കിപ്പോ പെട്ടെന്ന് ഇങ്ങനെ പെയിനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പോലെയല്ല അത്. ഇതും ശരിക്കും സമയമെടുത്ത് ചെയ്യുന്നതാണ്. സോ അത് സാർ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. എവിടെയാ സ്ഥലം? എവിടെയാ? എന്റെ സ്ഥലം പാല. ഓക്കെ. ഒന്ന് കോണ്ടാക്ട് ചെയ്താല് നിങ്ങളെ അവിടെയുള്ള ഹീലേഴ്സിനെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്താൽ മതി. ഇത് ഞാൻ ഷോൾഡറിനുള്ളത് കൂടെ ഇപ്പൊ ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ സാറിന്റെ കണ്ടിട്ടുണ്ട്. ഓക്കെ. സോണി സാറിന് ഇവിടെ ഹീലിംഗ് ചെയ്യുന്നുണ്ട്, വേറെ ഹീലേഴ്സാണ് ചെയ്യുന്നത്.
ഓക്കെ, സോ ജോയ് സാറിന്റെ ഹീലിംഗ് കഴിഞ്ഞതാണ്. നിങ്ങൾ ആ ഭാഗത്ത് നനയ്ക്കരുത്. അതേപോലെ തന്നെ ഇന്നിനി കുളിക്കരുത്. ഒരു 12 മണിക്കൂർ സമയത്തേക്ക് നനയ്ക്കുകയോ കുളിക്കുകയോ ചെയ്യരുത്. ഈ എനർജി അബ്സോർബ് ചെയ്യുന്നത് വരെ. ഓക്കെ. എന്തെങ്കിലും ഒരു ചെറിയ സ്റ്റിഫ്നെസ് ഉണ്ടെങ്കിൽ തന്നെ അതൊരു 2-3 മിനിറ്റ്സിനുള്ളിൽ മാറിക്കോളും. കാരണം ഒന്ന് എനർജി അബ്സോർബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ഫ്രീ ആവും. ഓക്കെ, അപ്പൊക്കൊന്ന് ഫ്രീ ആവും. ഓക്കെ, ഓക്കെ, താങ്ക് യു. ഈ കണ്ണിന് വേണ്ടി ഞാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ? കോണ്ടാക്ട് ചെയ്താൽ മതി. അവരെ ഒന്ന് വിളിച്ചിട്ട്, അതിപ്പോ ഞാനിപ്പോ എന്താ പറയാ, അതൊന്ന് നല്ലപോലെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചെയ്യണം. അതുകൊണ്ടാണ്. ഓക്കെ, ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞാൽ ഇപ്പൊ ബോധ്യമായല്ലോ, അത് സാധ്യമാണെന്നുള്ളത് ബോധ്യമായല്ലോ അല്ലെ? ഷുവർ ഷുവർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ഡോക്ടർ. സോണി സാറിന്റെ ഹീലിംഗ് കഴിഞ്ഞാൽ പറയാം. ഡോക്ടർ എക്സിറ്റ് ആവുകയാണോ? ഇല്ല, ഒരു 5 മിനിറ്റ് കൂടെ ഉണ്ടാവും. ഒരു സെക്കൻഡ്, ഞാൻ വൈഫിനോടുകൂടി ഒന്ന് പറയട്ടെ. വൈഫിനും കുറച്ച് ബാക്ക് പെയിനൊക്കെ ഉള്ളതാണ്. സോണി സാറ് സാറിന്റെ ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടേ. സാറേ, വൈഫ് വന്നിട്ടുണ്ടേ. പുള്ളിക്കാരിക്ക് കാര്യമായിട്ടും ഒരു മിനിറ്റേ. സോണി സാറിന്റെ കഴിഞ്ഞ സാറേ? കഴിഞ്ഞല്ലേ സാർ? താങ്ക് യു സാറ്. എനിക്ക് ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. സാർ എനിക്ക് പറഞ്ഞു തന്ന ഒരു ടിപ്പ്, അത് ഇവിടെ ഷെയർ ചെയ്യാമെന്ന് എനിക്കറിയില്ല. എന്നാലും അത് ആ ഒരു ടിപ്പ്, നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് സാർ പറഞ്ഞു തന്ന ഒരു സംഭവം. അപ്പൊ അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷം എനിക്ക് കുറെ കൂടെ എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. അത് അപ്പൊ അത് ആ ഒരു ബ്രീത്തിങ് എക്സസൈസ് എല്ലാവർക്കും അത് പകർന്നു കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന അത് കുറെ കൂടെ ആശ്വാസം എല്ലാവർക്കും. കാരണം എല്ലാ ഓർഗൻസിനും നമുക്ക് ആ ഒരു ഓക്സിജൻ ആവശ്യമാണല്ലോ. അപ്പൊ അത് ബ്രീത്തിങ് എക്സസൈസിലൂടെ നമുക്ക് ഈ ഒരു ഫങ്ഷൻസ് കുറെ ഫാസ്റ്റ് ആവും. ഈ ഹീലിംഗിൽ കുറെ ബെറ്റർ റിസൾട്ട് അവർക്ക് ഫീൽ ചെയ്യും. തീർച്ചയായിട്ടും സാർ, നമ്മൾ അത് ഓൾറെഡി നമ്മുടെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിൽ നമ്മൾ അതൊരു 6 days പ്രോഗ്രാം ആയിട്ട് ചെയ്യാറുണ്ട്. അത് 6 സെഷൻസ് ആയിട്ട്. അപ്പൊ അതിനകത്ത് ഇതേപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, ദെൻ ഹീലിംഗ് ഉണ്ടാവും, പ്ലസ് സാറ് പറഞ്ഞ പോലെ തന്നെ ഈ ബ്രീത്തിങ് ടെക്നിക്സും ഒക്കെ അവർക്ക് സിമ്പിൾ ആയിട്ടുള്ള ചില ടിപ്സ് പറഞ്ഞു കൊടുക്കും. അവര് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്, അത് കണ്ടിന്യൂ ചെയ്യും. നല്ലൊരു വളരെ നല്ല ഹെൽപ്പ് ആയിട്ട് എനിക്ക് ഫീൽ. നല്ല ഒരു ഇത് കുറെ കൂടെ ഫാസ്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക്. ശരിക്കും നമ്മുടെ എനർജി വർദ്ധിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ തലത്തിലും നമുക്ക് നല്ല ചേഞ്ച് ഫീൽ ചെയ്യാം. നേരത്തെയൊക്കെ എനിക്ക് ഈ ബ്രീത്തിങ് എക്സസൈസ് സാർ പറയുന്നതിന് മുമ്പൊക്കെ രാവിലെയൊക്കെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഒരു വലിയ ക്ഷീണം അനുഭവപ്പെടുമായിരുന്നു. പക്ഷെ ഈ ഒരു എക്സസൈസ് ഞാൻ റെഗുലറായിട്ട് ചെയ്തു തുടങ്ങിയ ശേഷം ആ ഓൾ ഡേ എനിക്ക് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നു. ഫ്രഷ്നെസ് മീൻസ് വല്ലാത്തൊരു എനർജി, എന്തൊക്കെ ചെയ്യണമെന്നുള്ള ആ ഒരു ത്രില്ലില് ആ ഒരു മൂവ്മെന്റ് എനിക്ക് ഫീൽ ചെയ്യുന്നു. So thank you for sharing, sir. Thank you sir. Thank you so much. ഒന്ന് ചെക്ക് ചെയ്യാമോ എങ്ങനെയാണെന്ന്? ഇല്ല, വേദന ഇല്ല. സാധാരണ മരുന്ന് കുടിക്കാൻ എത്ര സമയം എടുക്കും മാറാൻ? എത്ര പെട്ടെന്ന് മാറുമോ? ഇല്ല. മരുന്ന് കുടിച്ചാൽ തന്നെ മാറാറുണ്ടോ? സാറേ, ഇത് കൂടാതെ ഇച്ചിരി ബാക്കിലും ഉണ്ട് ഒരു വേദന. ഓക്കെ, ഞാൻ ഇപ്പൊ കഴുത്തിനാ ചെയ്തത്. കഴുത്തിന്റെ അവിടെ ഇല്ലല്ലോ ഇപ്പൊ? ഇല്ല. ഓക്കെ.
ഓക്കെ, സോ ഒരു 2 മിനിറ്റ് കൂടി ഇരിക്കും. ബാക്കിലും കഴുത്തിന്റെ പുറത്ത് കുറച്ചുകൂടെ ചെയ്യാനും കൂടെ ഉണ്ട്. 2 മിനിറ്റ് ഇരിക്കും. മറ്റേത് ചെസ്റ്റിന്റെ ബാക്കായിട്ടാ. ഓക്കെ. അല്ല കഴുത്തിന്റെ പുറകിലുള്ള പെയിൻ പോയില്ലേ? പോയി. ഓക്കെ. ഇപ്പൊ വേറെ എവിടെയാ പെയിൻ ഉണ്ട് പറഞ്ഞത്? ചെസ്റ്റിന്റെ ബാക്കായിട്ട്. ചെസ്റ്റിന്റെ ബാക്കിൽ. ഓക്കെ. മാം ചെയ്തു കഴിഞ്ഞു കേട്ടോ. സോ നിങ്ങൾ ഇന്നിനി നനയ്ക്കരുതേ, നനയ്ക്കോ കുളിക്കോ ചെയ്യരുത്. ഓൾറെഡി കുളിച്ചു. ഇനി നാളെ കുളിച്ചാൽ മതി. ആ ഭാഗമൊന്നും നനയ്ക്കരുത്. നമ്മൾ നൽകിയ എനർജി ഒന്ന് ബോഡി അബ്സോർബ് ചെയ്യുന്നത് വരെ ഇങ്ങനെ നനയ്ക്കരുത്. ഓക്കെ. സോ താങ്ക് യു. സോ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്. സാറ് കോണ്ടാക്ട് ചെയ്തോളൂ. തീർച്ചയായിട്ടും. ഹാപ്പി ആയില്ലേ? ഹാപ്പി. ഓക്കെ, താങ്ക് യു.